എല്ലാവർക്കും ശ്രീമാത്രേ നമഃ. അടുത്ത നാമം ഇതിനോട് ചേർന്ന് തന്നെയാണ് വരുന്നത്. നിരാബാധ, ബാധയില്ലാത്തവൾ. ആ ബാധ എന്ന് പറയുന്നതിന് ദുഃഖം എന്ന അർത്ഥമുണ്ട്. പ്രത്യേകിച്ച് നരക ദുഃഖത്തെയാണിത് സൂചിപ്പിക്കുന്നത്. ഭക്തരുടെ നരക ദുഃഖത്തെ ഇല്ലാതാക്കുന്നവൾ, പാപങ്ങളെ നശിപ്പിക്കുന്നവൾ, ദുർദേവതകളുടെ ഉപദ്രവം കൊണ്ടും ആ ഒരു ഗ്രഹാചാരം കൊണ്ടും മറ്റുമുണ്ടാക്കുന്ന കഷ്ടപ്പാടുകൾ തുടങ്ങിയവയെ ഒഴിപ്പിക്കുന്നവളെന്ന് വ്യാഖ്യാനിച്ച് നമുക്ക് കാണാം. കാരണം നിർബാധ എന്നുള്ളതിന് ദേവി മഹാത്മ്യത്തില് സർവബാധ എന്ന് നമ്മൾ പറയുന്നുണ്ട് അല്ലെ. ദേവിയുടെ സപ്തശ്ലോകിയില് സർവബാധ വിനാശിന്യേ നമ, എല്ലാ ആബാധകളെയും സർവബാധ പ്രശംനി ത്രൈലോക്യസ്യ അഖിലേശ്വരി ഏവമേവ ത്വയാകാര്യം അസ്മത് വൈരി വിനാശനം എന്ന് പറയുന്നുണ്ട്. അപ്പൊ ഈ ആബാധകളിൽ നിന്നെല്ലാം തന്നെ മോചിപ്പിക്കുന്നവൾ. അപ്പൊ ഈ പറയുന്ന നിർവികൽപ്പ, നിരാബാധ രണ്ടും വളരെയധികം അടുത്ത് എന്താ പറയാ, അർത്ഥങ്ങൾ കൊണ്ട് വളരെയധികം എന്താ പറയാ ചേർന്ന് വരുന്നതാണ്. ഈ പ്രപഞ്ചത്തിൽ പലതും പ്രത്യക്ഷപ്പെടുകയോ അപ്രത്യക്ഷപ്പെടുകയോ ചെയ്യുന്നില്ല. എല്ലാം ഒരു സിദ്ധാന്തത്തിനെ അടിസ്ഥാനമാക്കിയാണ് ഇരിക്കുന്നത് അല്ലെ. ഓരോന്നും നിശ്ചിതമായ സമയമെടുത്ത് പൂർണ്ണമാകുന്നു, നശിക്കുന്നു. ഈ കാലഗണന ആരാലും മാറ്റപ്പെടാൻ സാധ്യമല്ല, പകരം വെക്കാനും പറ്റില്ല. അപ്പൊ മനുഷ്യര് വികല്പങ്ങളിൽ മാത്രം വിശ്വസിച്ചാണ് അന്ധവിശ്വാസങ്ങളും ഇല്ലാത്തതിനെ തേടി നടക്കുകയൊക്കെ ചെയ്യുന്നത്. ഇത് വളരെയധികം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. കാരണം തന്റെ പ്രതിബിംബം സത്യമല്ല എന്ന് തിരിച്ചറിയാൻ മനുഷ്യന് മാത്രമേ സാധിക്കൂ. അപ്പൊ മനുഷ്യന്റെ മനസ്സിന്റെ, ഉയർന്ന മനസ്സിന്റെ പരമാത്മാവുമായിട്ടുള്ള ഒരു യോഗാവസ്ഥയാണ് നമ്മൾ നിർവികൽപ്പ സമാധി എന്നൊക്കെ പറയുന്നത്. ഈ സമാധിയിൽ ജ്ഞാനം, ജ്ഞേയം, ജ്ഞാതാവ് എന്നറിയപ്പെടുന്ന അറിവ് അറിയേണ്ടത് ഇല്ലേ, അറിയപ്പെടുന്നവൻ, ഇത് ഈ വ്യത്യാസങ്ങളില്ലാതെ പരമാത്മ ചൈതന്യത്തെ അനുഭവിക്കുന്ന ഘട്ടമാണ്. അതിനെയാണ് നമ്മൾ സമാധി, ആധി. ഇവിടെ നാമരൂപങ്ങളില്ല. സർവസംഘ പരിത്യാഗികളായിട്ടുള്ള യോഗീശ്വരന്മാർ അങ്ങനെയുള്ള ആ ഒരു ധ്യാനാവസ്ഥയിലായിരിക്കും എപ്പോഴും ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവര് എന്താ പറയാ, സ്ഥിതപ്രജ്ഞരുമായിരിക്കും. ഗീതയിലൂടെ ഭഗവാൻ പറയുന്നു സമാധിയില് സമാധിയിൽ ആണ് സ്ഥിതപ്രജ്ഞ ലക്ഷണം എന്താണ് ചോദിച്ചപ്പോൾ ശ്രീകൃഷ്ണൻ പറയുന്നുണ്ട്, ഏതൊരുവനാണോ മനോഗതങ്ങളായിരിക്കുന്ന എല്ലാ കാമങ്ങളെയും ഉത്കൃഷ്ടമായി വർജിച്ചുകൊണ്ട് സ്വയം ആത്മാവിൽ തുഷ്ടനായിരിക്കുന്നത് അവനെയാണ് സ്ഥിതപ്രജ്ഞൻ എന്ന് പറയുന്നതെന്ന്. അപ്പോൾ നീ എന്നുള്ള അഭേദ്യ ഭാവനയിലാണ് അവർ സന്തോഷരായിട്ടിരിക്കുന്നതെന്ന് അർത്ഥം. അപ്പൊ നിത്യജീവിതത്തില് സത്യമോ മിഥ്യയോ എന്നറിയാതെ ആ ഒരു എന്താ പറയാ, മറ്റുള്ളവരുടെ വാക്കുകളിൽ വീണു പോവുകയാണ് എല്ലാ മനുഷ്യർ ചെയ്യുന്നത്. ഈ ഊഹാപോഹങ്ങൾ ഉണ്ടാകുന്നത് സത്യമിഥ്യകളെ തിരിച്ചറിയാത്തത് കൊണ്ടാണ്. നാം ഒരാളെ അന്ധമായിട്ട് ആരാധിക്കുമ്പോൾ, ആ ഒരു അന്ധമായിട്ട് ശത്രുപക്ഷത്ത് നിർത്തുമ്പോൾ ഇവയെല്ലാം കാരണങ്ങളാണ്. ദേവി ഉപാസകര് ദേവി നിത്യ സത്യത്തെ കാണിച്ചു കൊടുക്കുകയാണ് പടിപ്പടിയായിട്ട്. ഓരോരുത്തർക്കും വേണ്ട അത്യന്താപേക്ഷിതമായിട്ടുള്ള ഗുണമാണിത്. അപ്പൊ ഇങ്ങനെ ഉണ്ടാകണമെങ്കിൽ എന്ത് വേണം? ജ്ഞാനം കൂടിയേ തീരുള്ളൂ. വികല്പങ്ങള് ദേവി ഉപാസനയില് ഇല്ലാതായിട്ട് തീരുന്നു. അപ്പൊ നിർഗതമായിരിക്കുന്ന ആബാധകളായിരിക്കുന്ന ശക്തി ബാധ ഏശാത്തവളാണ് നമ്മൾ ദുർബാധ. കാരണം എല്ലാത്തിനെയും സ്വാധീനിച്ചിരിക്കുന്നത് ഈ ശക്തിയാണ്. എല്ലാ ബാധകളിൽ നിന്നും മുക്തമാക്കുന്ന നമ്മുടെ ഇച്ഛാശക്തിയാണ് ദേവി. ഇപ്പൊ പ്രതിസന്ധികളാകുന്ന ബാധയിൽ നിന്ന് മുക്തി നേടണമെങ്കിൽ അത് അത്യാവശ്യമാണ് അല്ലേ. അപ്പൊ നമ്മൾ തന്നെ നമ്മുടെ ബാധകളെ മാറ്റി മുമ്പോട്ട് പോകണം. ഒരു കടലാമ 4000 മൈലുകൾ താണ്ടിയാണ് മുട്ടയിടാനായിട്ട് കരയിലെത്തുന്നത്. അതിന്റെ വഴിയിൽ എത്രയെത്ര പ്രതിബന്ധങ്ങളെയാണ് ആ കൊച്ചു ജീവി തരണം ചെയ്യണത്. മാത്രമല്ല അത് മുട്ടയിട്ട സ്ഥലത്ത് തന്നെ അടുത്ത പ്രജനന കാലത്തും എത്തുമെന്നത് അത്യത്ഭുതമാണ്. പെൻഗ്വിൻ, സാൽമൺ മത്സ്യങ്ങൾ തുടങ്ങിയവയും അത്തരത്തിലുള്ളവയാണ്. അപ്പൊ അവയുടെ യാത്രക്കിടയിൽ ജീവൻ തന്നെ നഷ്ടപ്പെട്ടു പോയാലും യാതൊരു തടസ്സങ്ങളും അവയുടെ യാത്രയെ ബാധിക്കുന്നില്ല. അപ്പൊ നിർവികൽപ്പയായ ദേവി സദാ നീരാബാധയുമായിട്ടിരിക്കുന്നു എന്ന് പറയണു. നിത്യശുദ്ധമായ ബ്രഹ്മത്തിന് യാതൊരുവിധ മിഥ്യാധാരണകളും ഭരിക്കുന്നില്ല. വികല്പം എന്നാൽ തന്നെ മിഥ്യയാണ്. ആ ഒരു എന്നാൽ ജ്ഞാനവും ശുദ്ധതയും കൊണ്ട് ഉയർന്നതാണ് ബ്രഹ്മസത്യം എന്ന് പറയുന്നത്. അപ്പൊ മനുഷ്യന്റെ തലത്തിൽ നോക്കുമ്പോൾ അവന് ബാധയാകുന്നത് അവന്റെ കർമ്മങ്ങളാണ് അല്ലെ. ചിലത് സ്വാധീനിക്കുന്നു, ചിലത് നിർബന്ധപൂർവം ചെയ്യേണ്ടി വരുന്നു. അപ്പൊ ചില കർമ്മങ്ങൾ അവന് ബാധയായിട്ട് തീരുന്നു. ഭഗവാൻ ഭഗവത്ഗീതയിൽ അർജുനനോട് പറയുന്നുണ്ട്, അർജുന എന്നെ കർമ്മം ബാധിക്കുന്നില്ല, അതുകൊണ്ട് കർമ്മഫലം ഇന്നതാകണം എന്നുള്ള ഇച്ഛയും എനിക്കില്ല. ഈ വിധം എന്നെ അറിയുന്ന ആള് കർമ്മങ്ങളാൽ ബന്ധിതനാകുന്നില്ല. അപ്പൊ കർമ്മം ബാധയാകുമ്പോൾ അത് ആധിയായിട്ട് മാറുമില്ലേ. എങ്ങനെയെങ്കിലും ഒരു എന്താ പറയാ, അത് തീർത്ത് മുക്തി നേടണമെന്നോ വീണ്ടും ചെയ്യണമെന്നോ നമ്മൾ ആഗ്രഹിക്കും. അപ്പോൾ
ദോഷമോ വ്യക്തി ദൂഷ്യമോ ഒക്കെ സംഭവിക്കും. അപ്പൊ സന്ദർഭം അനുസരിച്ച് കർമ്മങ്ങൾ വിന്യസിക്കാൻ, ഇല്ലെങ്കിൽ അത് ബാധിക്കുന്നത് ചെയ്യുന്ന വ്യക്തിയെയാണ്. ആദി ബാധകൾ ഒന്നും ഏൽക്കാതെ വിശ്വ ചൈതന്യമായിരിക്കുന്ന ദേവി ഓരോ കാര്യത്തിലും ശ്രദ്ധ വെച്ച് എന്നർത്ഥം നമ്മളെ രക്ഷിക്കുകയാണ് ചെയ്യുന്നത്. ദേവിയുടെ അസുര നിഗ്രഹ കഥകളൊക്കെ തന്നെ നോക്കിയാൽ ദേവി യാതൊരുവിധ ആദികളും ഇല്ലാതെ പുഞ്ചിരിയോടെയാണ് എല്ലാം നിർവഹിക്കുന്നത്, അല്ലെ? ഇപ്പൊ യുദ്ധങ്ങളെല്ലാം തന്നെ മഹത്തായ ഉത്സവങ്ങളാണ് ദേവിക്ക്. മഹിഷാസുര വധത്തിന് തൊട്ടു മുമ്പ് മധുര പാനം ചെയ്ത് നിന്നെ ഞാനിതാ കൊല്ലുന്നു എന്നും നിസാരമായി പറഞ്ഞിട്ട് ചെയ്യുന്നതാണ് മഹിഷവധം. അപ്പൊ ബാധ ഏശാത്ത കർമ്മങ്ങളായിരിക്കണം ദേവി ഉപാസകരുടേതെന്ന് അർത്ഥം. അടുത്ത നാമം നിർഭേദ. ഇപ്പൊ നിർഭേദ എന്ന് പറയുന്നപ്പോ നമ്മൾ നിഷ്ക്രോധ, ക്രോധശമനി, നിർലോഭ, ലോഭനാശിനി, നിസ്സംശയ, സംശയക്കിനി, നിർഭവ, ഭവനാശിനി, നിർവികൽപ, നിരാബാധ, ഇനി വരുന്ന എല്ലാം ഇങ്ങനെ നകാരത്തിൽ തുടങ്ങുന്ന വാക്കുകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പം ഇനി അടുത്തത് എന്താണ്? നിർഭേദ. ഭേദം എന്ന് പറഞ്ഞാൽ വ്യത്യാസം. എല്ലാ വ്യത്യാസങ്ങൾക്കും അപ്പുറത്ത് നിലകൊണ്ടവൾ. ഭേദനാശിനി എന്ന് പറഞ്ഞാലോ, ഭേദം പ്ലസ് നാശിനി. ഉപാസകരുടെ മനസ്സിൽ പല വിധത്തിലുള്ള ഭാവനകളെ, അതായത് ദ്വന്ദ്വങ്ങളെ നശിപ്പിക്കുന്നവൾ. ദ്വന്ദ്വം എന്ന് പറഞ്ഞാല് കയറി ഇറക്കങ്ങള്, സുഖം ദുഃഖം, ശീതം ഉഷ്ണം, ഇങ്ങനെയുള്ള രണ്ടെന്ന് നമ്മൾ വിചാരിക്കുന്ന കാര്യങ്ങൾ. അപ്പൊ ആ ഭേദനാശിനിയായിരിക്കുന്ന ദേവി നിർനാശ. നിര പ്ലസ് നാശ, നാശമില്ലാത്തവളാണ്. ആ ദേവിയുടെ തന്നെ അടുത്ത പേരെന്താണ്? മൃത്യുമഥനി. മൃത്യു പ്ലസ് മഥനി, മൃത്യുവിനെ കടയുന്നവൾ, മഥിക്കുന്നവൾ, മൃത്യുവിനെ കടഞ്ഞ് അമരത്വം നൽകുന്നവൾ. നിഷ്ക്രിയ. ഞാൻ എല്ലാം മൊത്തത്തിൽ ഒന്ന് വായിച്ചു പോയിട്ട് നമുക്ക് അർത്ഥം നോക്കാം. നിഷ്ക്രിയ, പ്രവർത്തനം എല്ലാത്തരം പ്രവർത്തനങ്ങൾക്കും അപ്പുറത്ത് വാഴുന്നവൾ. എല്ലാറ്റിന്റെയും അകത്തും പുറത്തുമായി നടക്കുന്ന സ്ഥൂലവും സൂക്ഷ്മവുമായ പ്രവർത്തനങ്ങളെല്ലാം ക്രിയയിൽ വരും. നിഷ്പരിഗ്രഹ. പരിഗ്രഹിക്കുക എന്ന് പറഞ്ഞാൽ സ്വീകരിക്കുക. ആരിൽ നിന്നും ഒന്നും സ്വീകരിക്കേണ്ടാത്തവൾ. അപ്പോ ഈ അടുത്ത നാമങ്ങളെല്ലാം തന്നെ ഇങ്ങനെ തന്നെ വരുന്നതാണ്. അപ്പോ ഈ നാമങ്ങളുടെ എല്ലാം അർത്ഥം എന്താണെന്ന് നമുക്കൊന്ന് ചേർത്ത് വായിച്ചു പോകാം. കാരണം നിർഭേദ, ഭേദനാശിനി. അപ്പൊ നമ്മൾ ഭേദമില്ലാത്തവൾ, ഭേദചിന്തയെ ഇല്ലാതാക്കുന്നവൾ. ഒന്നിന് മറ്റൊന്നിൽ നിന്നുള്ള വ്യത്യാസമാണ് ഭേദം, ഇല്ലേ? ഈ ഒരു വ്യത്യാസ കൽപ്പനയ്ക്ക് ആധാരം എന്താണ്? ഗുണവിശേഷങ്ങളാണ്. ഇപ്പം ഒരു സാജാത്യം പോലെ തന്നെ വ്യത്യാസവും. അപ്പൊ ഈ ഒരു ബന്ധമാണെന്ന് പറയാം. ആ ഗുണവിശേഷങ്ങളിൽ യോജിപ്പാണ് ആ സഞ്ജാത്യരെങ്കില് ഗുണവിശേഷങ്ങളിൽ സാമ്യമില്ലാത്തവരാണ് ഭേദം. നിർഭേദം എന്നുള്ള പദം കൊണ്ട് ദേവിയെ സംബന്ധിച്ചിടത്തോളം വസ്തുക്കൾക്കോ വ്യക്തികൾക്കോ പ്രതിഭാസങ്ങൾക്കോ തമ്മിൽ ഭേദമില്ല. എല്ലാം ദേവിയിൽ ഉൾക്കൊള്ളുന്നതാണ്, ദേവിയുടെ അംശഭൂതങ്ങളാണ് എന്ന് സൂചിപ്പിക്കുന്നു. അപ്പൊ വസ്തുക്കൾക്കും വ്യക്തികൾക്കും വിജ്ഞാനത്തിനും ഗുണഭേദം കൊണ്ട്, ആ വാസനാഭേദം കൊണ്ടും വിഷയഭേദം കൊണ്ടും വ്യത്യാസം ഉണ്ടെന്ന് തോന്നാം. അപ്പൊ ഈ തോന്നല് അജ്ഞാനജന്യവും മിഥ്യയുമാണ്. വിവിധ രൂപങ്ങള്, വേറെ വേറെയായ ഗുണങ്ങളോടുകൂടി പ്രപഞ്ചത്തിലുള്ളതെല്ലാം തന്നെ ചിച്ഛക്തിയുടെ പ്രതിഭാസങ്ങളാണ്. തന്റെ ഭക്തന്മാർക്ക് ഈ സത്യം വെളിവാക്കി കൊടുത്ത് അവരുടെ ആ ഒരു ഭേദബുദ്ധിയെ നശിപ്പിക്കുന്നതില് ആ ദേവിയെ നമ്മളെ ഭേദനാശിനി. തത്വജ്ഞാനം ഉണ്ടാകുമ്പോഴാണ് ഭേദബുദ്ധി ഇല്ലാതാകുന്നത്, അല്ലെ? അപ്പൊ ശക്തി, ആ ഒരു ശക്തിമതോർഭേദം വദന്ത്യ പരമാർത്ഥത അഭേദം. അപ്പോ എന്താണ് ഈ ഒരു കൂർമ്മപുരാണ വാക്യമാണിത്. ഇത് നമ്മുടെ ആശയം പറഞ്ഞു തരുന്നുണ്ട് പുരാണത്തിൽ തന്നെ. എന്താ? ത്വം ഹിസ പരമാശക്തി അനന്ത പരമേഷ്ഠിനി സർവഭേദ വിനിർമുക്ത സർവഭേദ വിനാശിനി എന്നൊക്കെ ദേവിയെ സ്തുതിക്കുന്നുണ്ട്. അപ്പൊ ഈ നിർഭേദ, ഭേദനാശിനി, നിർനാശ, നാശമില്ലാത്തവൾ. കാരണം സത്യം, ജ്ഞാനം, അനന്തം എന്ന് ശ്രുതിവാക്യം പറയുന്നുണ്ട്, അല്ലേ? ഒന്നും നശിക്കുന്നില്ല. നിത്യ ചൈതന്യത്തിന്റെ ചില സ്ഫുരണങ്ങള് അതിന്റെ തന്നെ സ്ഫുരണങ്ങളായ മനുഷ്യർക്ക് ജനിക്കുന്നതായിട്ടും വളരുന്നതായിട്ടും നശിക്കുന്നതായിട്ടും തോന്നുന്നുവെന്നേ ഉള്ളൂ. അപ്പൊ കാലത്തിന്റെ ആ ഒരു അഭംഗുരമായ ഗതി പോലും അനന്തവും ആദി മധ്യാന്തഹീനവുമാണ്. ആ മധ്യാന്തഹീനവുമായിരിക്കുന്ന ചിച്ഛക്തിയുടെ ശാശ്വതമായ ഭാവം വികാരം മാത്രാണ്. ഇക്കാണുന്ന വിശ്വത്തിന് നാശമുണ്ടായെന്ന് വരാം. ആ വിശ്വം ഏതൊരു ശക്തിയുടെ പ്രതിസ്ഫുരണമാണോ അതിന് നാശമില്ല.
ഇപ്പൊ പരാശക്തിയായ ദേവിക്ക് ഉൽപ്പത്തിയില്ല, നാശവുമില്ല എന്നർത്ഥം. അപ്പം അതിന്റെ കൂടെ തന്നെ നമുക്ക് ഈ വാക്കും കൂടെ എടുക്കണം, മൃത്യുമഥിനി. അപ്പൊ മൃത്യുമഥിനി എന്ന് പറഞ്ഞാൽ മൃത്യുവിനെ മഥിക്കുന്നവൾ, നശിപ്പിക്കുന്നവൾ, ഭക്തർക്ക് മൃത്യുഭയം ഇല്ലാതാക്കുന്നവൾ. ഇപ്പൊ ഉൽപ്പത്തിയുള്ള എന്തിനും നാശം പ്രകൃതിയുടെ സനാതന നിയമമാണ്, അല്ലെ? ഇപ്പൊ ജനിച്ചവർക്കെല്ലാം തന്നെ മരണവും ഉറപ്പാണ്. ദേവീ ഭക്തന്മാർക്ക് മരണം ഒഴിവാക്കാവുന്നതല്ല. അപ്പൊ ഈ നാമം കൊണ്ട് രണ്ട് കാര്യങ്ങളാണ് സൂചിക്കപ്പെടുന്നത്. ഒന്ന്, കർമ്മഫലമായിരിക്കുന്ന അകാല മരണം ദേവി ഒഴിവാക്കി തരുന്നു. വിഹിതം അലംഘനീയമായതുകൊണ്ട് മരണം മാറ്റിവെക്കാൻ പൂജാതികളായ ഉപാസനകൾ കൊണ്ട് സാധ്യമല്ല. കാരണം അത് സാമാന്യമായിട്ട് നമ്മൾ ഇങ്ങനെ തന്നെ മനസ്സിലാക്കണം. കാരണം വിധിയെ തന്നെ മാറ്റാൻ പരാശക്തി പ്രസാദത്തിന് കഴിയും. കാരണം ദേവി ഉപാസന കൊണ്ടല്ലാതെ ആയുസ് നീട്ടിക്കിട്ടാൻ സാധ്യമല്ല. രണ്ടാമത്തതും കൂടുതൽ പ്രധാനമായിട്ടുള്ള വ്യാഖ്യാനം നമ്മൾ ഇങ്ങനെ വേണം എടുക്കാൻ. കാരണം ജനന മരണങ്ങളുടെ ആവർത്തനം കൊണ്ട് ദുഃഖഭൂയിഷ്ടമായിരിക്കുന്ന സംസാര ക്ലേശത്തിൽ നിന്ന് ശാശ്വതമായ മുക്തി നൽകി മരണഭയത്തിൽ നിന്ന് മോചിപ്പിക്കുന്നവളാണ് ദേവി എന്നതാണ് ശരിക്കും നമ്മൾ അർത്ഥം എടുക്കേണ്ടത്. മനുഷ്യ ജീവിതം ഏതാനും ദിവസം നീട്ടി കിട്ടിയത് കൊണ്ട് എന്താണ് പ്രയോജനം? ജീവിതത്തില് പല സന്ദർഭങ്ങളിലും ആ ഒരു സ്നേഹ പാശബന്ധമായിരിക്കുന്ന മനുഷ്യരെ തനിക്കോ തന്റെ പ്രിയപ്പെട്ടവർക്കോ ആയുസ് നീട്ടിക്കിട്ടാൻ പ്രാർത്ഥിച്ചു പോകാറുണ്ട്. പക്ഷെ ഈ പ്രാർത്ഥന ദേവി സ്വീകരിച്ചിട്ടുള്ള കഥകളും പ്രസിദ്ധമാണ്, അല്ലെ? മൃത്യുവിനെ മഥിക്കുന്നവൾ എന്ന ആശയം രണ്ടർത്ഥത്തിൽ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. കാലകാലനായിരിക്കുന്ന ശ്രീ പരമേശ്വരനിൽ നിന്ന് അഭിന്നയായതുകൊണ്ട് മൃത്യുമഥനൻ എന്ന് പറയുന്ന ശിവപര്യായത്തിന്റെ സ്ത്രീലിംഗമാണ് മൃത്യുമഥിനി എന്ന് എടുക്കണം. അപ്പൊ അത് ദേവിയുടെ നാമമായിട്ട് നമുക്ക് എടുക്കാം, ഇല്ലേ? അടുത്തത് നിഷ്ക്രിയ. നിഷ്ക്രിയ, ക്രിയയില്ലാത്തവൾ. ഏത് പ്രവൃത്തിയും ക്രിയയാണ്, ഇല്ലേ? അത് നല്ല ഉദ്ദേശത്തോടു കൂടി കർത്താവ് ചെയ്യുന്നതോ സ്വയം സംഭവിക്കുന്നതോ ആകാം. ഈ ക്രിയയ്ക്ക് ഫലമുണ്ട്. കാരണം ചെയ്ത് കഴിഞ്ഞ പ്രവൃത്തിയാണ് നമ്മൾ ക്രിയ എന്ന് പറയുന്നത്. കർത്താവില്ലാതെ ക്രിയയില്ല. അപ്പൊ ക്രിയാഫലം സ്വീകരിക്കുന്ന ആ ഒരു കർമ്മം വ്യാകരണ നിയമപ്രകാരം ഉണ്ടെന്നും ഇല്ലെന്നും വരാം. മനുഷ്യരെയും മറ്റു ജീവികളെയും സംബന്ധിച്ചിടത്തോളം സ്ഥിതി ഇതാണ്. സർവ പ്രവർത്തനങ്ങൾക്കും ആധാരഭൂതമായിരിക്കുന്ന പരാശക്തി ഏതെങ്കിലും ക്രിയ ചെയ്യുന്നു എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം ലീലാവ്യാപകമായിട്ട് പ്രപഞ്ച സൃഷ്ടി തുടങ്ങിയവൾക്ക് പ്രേരണ നൽകുന്നുണ്ടെങ്കിൽ പോലും അത് ഫല ഉദ്ദേശത്തോടു കൂടി ആകാൻ ഇടയില്ലാത്തത് മൂലം അതിനെ നമുക്ക് ക്രിയയായി കണക്കാക്കാൻ സാധ്യമല്ല. അതുകൊണ്ട് തന്നെ നിഷ്ക്രിയ എന്നുള്ള നാമം ഭക്തരുടെ പക്ഷത്തിൽ നിന്ന് ക്രിയാവ്യാപാരം രണ്ടു വിധത്തിൽ നമ്മൾ കാണണം. കാരണം വ്യക്തികളുടെ പരസ്പര ബന്ധങ്ങളും ജീവിത ആവശ്യങ്ങളും കെട്ടുപിണഞ്ഞു കിടക്കുന്നു. ഈ ലൗകിക ജീവിതത്തില് ജീവൻ മുക്തരായിരിക്കുന്ന ചിലരൊഴികെയുള്ളവർക്ക് ഏതെങ്കിലും തരത്തിലുള്ള ക്രിയകളിൽ ഏർപ്പെടാതെ പറ്റില്ല. കാരണം ഏത് ക്രിയയും ക്രിയാബലത്തെയും തുടർന്നുള്ള ക്രിയകളെയും വിളിച്ചു വരുത്തും. വീണ്ടും കർമ്മക്രിയാ ബന്ധങ്ങള് തുടർന്നുകൊണ്ടേ വരും. അത്തരത്തിലുള്ള ക്രിയകള് അനുഷ്ഠിക്കേണ്ടി വരുന്ന സാഹചര്യത്തില് ഭക്തനെ രക്ഷിച്ച് മോക്ഷമാർഗം കാട്ടിക്കൊടുക്കുന്നവൾ എന്നും ഭക്തർക്ക് വിഹിതങ്ങളും അവിഹിതങ്ങളുമായിരിക്കുന്ന ക്രിയകളെ വിവേചിച്ചറിയാനുള്ള ശക്തി നൽകി അഹിത ക്രിയകളുടെ കാര്യത്തിൽ നിഷ്ക്രിയരാക്കുന്നവൾ എന്നും നമുക്ക് ഇതിന്റെ അർത്ഥം എടുക്കാം. പ്രവർത്തനങ്ങളിൽ നിന്ന് ഒഴിഞ്ഞ് ആത്മരഥമാകുമ്പോൾ ഫലാപേക്ഷ കൂടാതെ ആസക്തരായിട്ട് പ്രവർത്തിക്കാൻ കഴിയും. അപ്പോൾ പ്രവർത്തിക്കുന്നുണ്ടെങ്കിലും ആ പ്രവൃത്തി ക്രിയ അല്ല എന്ന് പറയാം. അപ്പൊ അങ്ങനെയുള്ള വൃത്തിക്ക് ഭക്തരെ പ്രേരിപ്പിക്കുന്നവൾ. അപ്പൊ ഇത് എന്താ പറയുക, ഭഗവത്ഗീതയിലും ഭഗവാൻ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അടുത്തത് നിഷ്പരിഗ്രഹ. നിഷ്പരിഗ്രഹ എന്നുള്ള നാമത്തിന് പരിഗ്രഹം ഇല്ലാത്തവൾ. പരിഗ്രഹം എന്ന് പറഞ്ഞാല് ആ ഒരു പരിഗ്രഹ എന്നുള്ള വാക്കിന്റെ അർത്ഥം നമ്മൾ നോക്കുമ്പോൾ ആ ഒരു മേദിനി നിഘണ്ടുവിൽ നോക്കുമ്പോൾ സ്വീകരിക്കൽ എന്നുള്ള പദാർത്ഥം കാണാം. കാരണം വിവാഹം വഴി ആരെങ്കിലും ഭാര്യയോ ഭർത്താവോ ആയിട്ട് സ്വീകരിക്കൽ, വസ്തുവകകള്, ധനം തുടങ്ങിയവ സ്വീകരിക്കല്. ഇപ്പൊ ശാപം, ശപഥം തുടങ്ങിയവ ഏറ്റുവാങ്ങല്, പരിചാരകർ തുടങ്ങി നാനാർത്ഥങ്ങൾ ഈ പദത്തിന് നമ്മൾ ഈ വ്യവഹാരത്തിലുണ്ട്. കാരണം ഏത് അർത്ഥം സ്വീകരിച്ചാലും ദേവീ പക്ഷത്തിലെ യോജിക്കും.
കാരണം ആരിൽ നിന്നും ഒന്നും പരാശക്തി സ്വീകരിക്കുന്നില്ല, കൊടുക്കുന്നേ ഉള്ളൂ. ഇല്ലേ? പരിചര്യയും സേവയും പൂജയും നമസ്കാരവും നടത്തുന്നവര് അവരുടെ ആവശ്യപ്രകാരം ചെയ്യുന്നു. അപ്പൊ ഭക്തവാത്സല്യം കൊണ്ട് ദേവി അതെല്ലാം സ്വീകരിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പൊ ഭക്തർക്ക് വേണ്ടി അല്ലാതെ തനിക്കായിട്ട് ഒന്നും ദേവിക്ക് സ്വീകരിക്കേണ്ടതായിട്ട് ഇല്ലാത്തത് കൊണ്ട് നിഷ്പരിഗ്രഹ എന്ന് അർത്ഥം എടുക്കാം. അപ്പൊ നിസ്തുല, അപ്പൊ അടുത്ത നാമം നിസ്തുലയാണ്. തുല്യത ഇല്ലാത്തവളാണ് ദേവി. ഒന്നിനെയും വർണ്ണിക്കുകയോ വിവരിക്കുകയോ ചെയ്യുമ്പോൾ അനുവാചകന്റെ പരിധിയിൽ ആ പരിചയ പരിധിയിൽപ്പെട്ട മറ്റൊന്നിനോട് തുലനം ചെയ്ത് പറയാറുണ്ട്. അപ്പൊ വർണ്ണവസ്തുവില് അവർണ്യത്തിനും നമുക്ക് ഏതെങ്കിലും ഒരു ഗുണങ്ങളിൽ സാമ്യം ഉള്ളപ്പോൾ മാത്രമേ ഇത് സാധിക്കുകയുള്ളൂ. ലളിതാംബികയെ മറ്റെന്തെങ്കിലുമായിട്ട് നമുക്ക് ഒരു അംശത്തിൽ പോലും തുലനം ചെയ്യാൻ സാധ്യമല്ല. അതുകൊണ്ട് ദേവി നിസ്തുല. അപ്പൊ ആ ഒരു ഹേതു ദൃഷ്ടാന്തവർജിതം എന്ന് ആ ഒരു ത്രിപുരോപനിഷത്ത് പറയുന്നുണ്ട്. അടുത്ത നാമം നീലചിഗുര. നീലചിഗുരമുള്ളവൾ എന്നുള്ള നാമം സ്ഥൂല വർണ്ണയനിൽ ഉൾപ്പെടുന്നുണ്ട്. കറുത്ത് ഇടതൂർന്ന തലമുടി, അത് സ്ത്രീ സൗന്ദര്യത്തിന്റെ ലക്ഷണമാണ്. സൗന്ദര്യശാസ്ത്രം അങ്ങനെയാണ് പറയുന്നത്, ഭാരതീയ സൗന്ദര്യശാസ്ത്രം അല്ലെ. നീണ്ട മുടിയുള്ളവൾ സുന്ദരി. നിരപായ, അപായമില്ലാത്തവൾ. അപ്പൊ അപായം എന്ന പദത്തിന് നാശം, മരണം, ദുരിതം, ദൗർഭാഗ്യം, വ്യസനം, നഷ്ടം എന്നിങ്ങനെ നാനാർത്ഥങ്ങൾ വരുന്നുണ്ട്. ഇവ ദേവിയെ ബാധിക്കാത്തത് കൊണ്ട് നിരപായ എന്ന നാമം ഇവിടെ വളരെ യോജിക്കുന്നതാണ്. അപ്പോ ഭക്തരെ അപായങ്ങളിൽ നിന്ന് ത്രാണനം ചെയ്യുന്നുവെന്നും ധ്വനിയുണ്ട്. നിരത്യയ, അടുത്ത വാക്ക് നിരത്യയ. കാരണം അത്യയം ഇല്ലാത്തവൾ. ഞാൻ ഈ എല്ലാ വാക്കുകളുടെയും അർത്ഥം നമ്മൾ നോക്കിപ്പോയിട്ട് നമുക്ക് അടുത്ത ഇത് ദേവിയുടെ സഗുണോപാസനയാണ്. അപ്പൊ അതിനു മുമ്പേ ഈ നാമങ്ങളെല്ലാം കൂടുതൽ അർത്ഥങ്ങൾ നമുക്ക് നോക്കാം. അപ്പൊ അത്യയം ഇല്ലാത്തവൾ എന്ന് പറഞ്ഞാൽ അത്യയം എന്നതിന് അതിക്രമം, ദുഃഖം, ദോഷം, ദണ്ഡം, ആപത്ത് എന്നൊക്കെ അർത്ഥമുണ്ട്. അപ്പോ ഇതിനൊക്കെ അതീതമായിരിക്കുന്നവൾ നിരത്യയ. അപ്പൊ ഭക്തരുടെ അത്യയങ്ങളെ നശിപ്പിക്കുന്നവൾ എന്ന് നമുക്ക് വ്യാഖ്യാനം എടുക്കാം. അപ്പോ താൻ തന്നെ ഏർപ്പെടുത്തിയ നിയമങ്ങളെ തനിക്ക് ശക്തിയുണ്ടെങ്കിലും അതിക്രമിക്കാത്തവൾ എന്ന വ്യാഖ്യാന ഭേദം ആ ഒരു ആദിശക്തി രൂപത്തോടൊപ്പം ദേവിക്കും ചേരുന്നതാണ്, അല്ലേ? അപ്പോ ആദിശക്തി സ്ഫുരണ രൂപമാണ്. അപ്പൊ ഈ എല്ലാ ചൈതന്യങ്ങളുടെയും ബീജരൂപമാണ് ഇതിനെ കണക്കാക്കുന്നത്. അപ്പൊ ആദിശക്തി രൂപത്തിലെ ദേവി കാരണകാര്യ ബന്ധുരൂപമായിരിക്കുന്ന നിയതിയായിട്ട് വർത്തിക്കുന്നു. ആ ഒരു പ്രപഞ്ച പ്രവർത്തനത്തിന് സ്ഥലകാലബദ്ധമായിരിക്കുന്ന നിയമങ്ങൾ ദേവി തന്നെ കൽപ്പിച്ചിട്ടുണ്ട്. അവയുടെ നിയന്ത്രണത്തില് സൂര്യൻ, അഗ്നി, വായു തുടങ്ങി അധികാരികളെയും സൃഷ്ടി, സ്ഥിതി, സംഹാരം തുടങ്ങിയ മേൽനോട്ടത്തിന് ബ്രഹ്മാവ്, വിഷ്ണു, മഹേശൻ തുടങ്ങിയവരെയും നിയോഗിച്ചിട്ടുമുണ്ട്. വ്യക്തവും ഏറെക്കുറെ മാറ്റവുമില്ലാത്തതുമായിട്ടുള്ള പ്രപഞ്ച പ്രവർത്തനങ്ങൾക്ക് സ്വയം വഴങ്ങിയാണ് മായാശക്തി വർത്തിക്കുന്നത്. അപ്പൊ തന്റെ തന്നെ നിയമങ്ങളെ അതിക്രമിക്കാത്തവൾ എന്ന് ഇതിന് നമുക്ക് അർത്ഥം എടുക്കണം. ഇത്രയും നാമങ്ങള്, അതായത് ഇപ്പൊ നമ്മൾ കണ്ട ഈ നാമം വരെ, അതായത് എന്താണ്? നീലചിഗുര, നിരപായ, നിരത്യയ. ഇനി ദുർലഭ, ദുർഗമ, ദുർഗ, ദുഃഖഹന്ത്രി, സുഖപ്രദ. 192 നാമം വരെ നമ്മുടെ നിർഗുണ ഉപാസനയിൽ വരും. അപ്പോ ഇതിനകത്ത് നമ്മളിപ്പോ നിരപായ, നിരത്യയ, ദുർലഭ. ദർശനം ലഭിക്കാൻ പ്രയാസമായിട്ടുള്ളവൾ. ദുർഗമ, ദു പ്ലസ് ഗമ, സമീപിക്കാൻ പ്രയാസമായിട്ടുള്ളവൾ ദുർഗ, അപ്പൊ അതിക്രമിക്കാൻ പ്രയാസമായവൾ. ദുഃഖഹന്ത്രി, ദുഃഖത്തെ ഇല്ലാതാക്കുന്നവൾ, ഇല്ലേ? ഹനനം, നശിപ്പിക്കൽ അല്ലെങ്കിൽ വധം, ദുഃഖങ്ങളെ ഹനനം ചെയ്യുന്നവൾ. സുഖപ്രദ, സുഖം നൽകുന്നവൾ. അപ്പൊ ഇതാണ് ഇത്രയും നാമങ്ങളുടെ ചേർത്തുള്ള അർത്ഥം നമ്മൾ നോക്കുകയാണെങ്കിൽ. അപ്പൊ ഇതില് ദുർലഭ എന്നുള്ള നമുക്ക് ദുഃഖഹന്ത്രി, സുഖപ്രദ വരെ നോക്കാം. കാരണം നമ്മുടെ ആ ഒരു നിർഗുണ ഉപാസന അവിടെ അവസാനിക്കുകയാണ്. അപ്പൊ ദുഷ്ടദൂര മുതല് ആ ഒരു 193 നാമം മുതല് സഗുണോപാസന ആരംഭിക്കുകയാണ്. അടുത്ത ചാപ്റ്റർ, അതായത് 8ാമത്തെ ചാപ്റ്റർ ആയിരിക്കുന്ന സഗുണോപാസന. നമുക്ക് അതുവരെയുള്ള നാമങ്ങളെ ഒന്ന് പരിചയപ്പെട്ടു പോകാം. അപ്പോ ദുർലഭ എന്ന് പറഞ്ഞാൽ ലഭിക്കാൻ വിഷമമുള്ളവൾ, ക്ലേശം കൊണ്ട് മാത്രം ലഭിക്കുന്നവൾ, കടുത്ത യോഗ സാധനകൾ കൊണ്ടും നിരന്തരമായ തപസ് കൊണ്ടും ദേവിയെ സാക്ഷാത്കരിക്കാൻ ശ്രമിക്കുന്ന യോഗികൾക്ക് പോലും ദേവിയുടെ ദർശനത്തിന് വളരെ ക്ലേശിക്കേണ്ടി വരുന്നത് കൊണ്ട് ദുർലഭ എന്ന നാമം ഭക്തി
എന്നുള്ള നാമം നമുക്ക് വളരെ അന്വർത്ഥമാണ് അല്ലേ? അപ്പൊ ഭക്തി കൊണ്ട് എളുപ്പത്തിൽ പ്രാപിക്കുന്നവൾ എന്നൊരു മറ്റൊരു നാമത്തിൽ സൂചിപ്പിക്കുന്നുണ്ട്. അപ്പൊ ദേവി ഉപാസകരായിരിക്കുന്ന ഭക്തന്മാര് ഈ നാമത്തിന്റെ ഗൗരവം മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ദേവിയെ ആരാധിക്കുന്നതിന് പല മാർഗങ്ങൾ കൽപ്പിച്ചിട്ടുണ്ട്. കൗളം എന്ന പേരിൽ അറിയപ്പെടുന്ന രീതി ഇതിലൊന്നാണ്. ഇപ്പൊ ഹഠയോഗ വിധി പ്രകാരമുള്ള സാധന കൊണ്ട് ശരീരത്തെ സ്വാധീനമാക്കി ഇന്ദ്രിയ പ്രവർത്തനങ്ങളെ ഇച്ഛാനുസരണം നിയന്ത്രിച്ച് കുണ്ടലിനി ശക്തിയെ ഉയർത്തുന്ന രീതി മറ്റൊന്നാണ്. ഇതിന് തന്നെ പല വിധത്തിലുള്ള അനുഷ്ഠാന ഭേദങ്ങളുണ്ട്. അന്ധകരണ ശുദ്ധി കൊണ്ട് അനുഗ്രഹീതമല്ലാത്ത ഉപാസകർക്ക് ഈ അനുഷ്ഠാനങ്ങളിലൂടെ ദേവിയെ പ്രാപിക്കാൻ എളുപ്പമല്ല. തക്ക ഗുരുവിന്റെ അനുഗ്രഹവും അനുഷ്ഠാന ശുദ്ധിയും ഉറച്ച ലക്ഷ്യബോധവും ഇതിന് വേണം. കാരണം മറ്റൊരു മാർഗം ബാഹ്യപൂജാ വിധികളാണ്. ഇതിലെ സ്ഥൂല രൂപത്തിൽ ദേവിയെ ധ്യാനിക്കലാണ് മുഖ്യം. വിഗ്രഹാദികളിൽ നിന്ന് ദേവീ സാന്നിധ്യം വിഗ്രഹാദികളില് ദേവീ സാന്നിധ്യം സങ്കല്പിച്ച് പൂജാ മന്ത്രങ്ങളെ കൊണ്ട് ആവാഹിച്ച് അർഘപാദാദികളായിട്ട് നീരാഞ്ജന പര്യന്തമായിട്ടുള്ള പൂജാ വിധികൾ അനുസരിച്ച് നടത്തുന്ന പൂജ. ഇതിന്റെ തന്നെ വിഭാഗമാണ് ഹോമം, യാഗം എന്നിവയെല്ലാം തന്നെ. വിധിപ്രകാരമുള്ള ഹോമത്തോടു കൂടിയ യാഗാഗ്നിയിൽ നിന്നും ദേവി ഉൽപ്പന്നയാണ്. അതുകൊണ്ടാണ് ദേവിക്ക് ചിതഗ്നി കൊണ്ട് സംഭൂത എന്നുള്ള നാമത്തിന്റെ വ്യാഖ്യാനത്തിൽ നമ്മൾ അത് കണ്ടത്. ഇനിയൊരു ക്രമമുള്ളത് യന്ത്രവിശേഷങ്ങൾ ഉപയോഗിച്ചുള്ള ബാഹ്യപൂജയാണ്. ദേവി തന്നെയാണ് ശ്രീചക്രം തുടങ്ങിയ യന്ത്രങ്ങളില് അവയുടെ ത്രിമാന രൂപങ്ങളിൽ, അതായത് മേരു തുടങ്ങിയ ഉള്ളതിലെല്ലാം ഇരിക്കുന്ന ശക്തി. ഇവയുടെ പൂജാക്രമങ്ങൾ ഗുരു നിർദ്ദേശം അനുസരിച്ച് നടത്തുന്നതിനും ബാഹ്യപൂജകളിൽ പെടുന്നുണ്ട്. ഇവയുടെ ചർച്ച വിസ്താര ഭയം കൊണ്ട് നമുക്കിവിടെ ചുരുക്കാം. കാരണം ഇത് നമുക്ക് വളരെ എന്താ പറയുക വിശാലമായിട്ട് പഠിക്കേണ്ട പാഠങ്ങളാണ്. കാരണം പൂജ യന്ത്രവിധികളെല്ലാം തന്നെ അത് ഗുരുമുഖത്തു നിന്ന് ലഭിക്കണം. കാരണം പല പരമ്പരകളെ പല വ്യത്യസ്തമായ രീതിയിലാണ് ദേവിയെ ആരാധിക്കുന്നത്. കൗളം, സമയം, മിശ്രം എല്ലാം ഉണ്ട്. ഇവിടെ എന്താ പറയുക, നമുക്ക് ഈ ഒന്നാം നാമത്തില് ഈ പറഞ്ഞ ദുർലഭ എന്നുള്ളത് സൂചിപ്പിക്കുന്ന ദേവിയെ വളരെ ബുദ്ധിമുട്ടാണ് ലഭിക്കാൻ ബുദ്ധിമുട്ടുള്ളവൾ. എന്നാൽ ദേവിയെ മാതൃഭാവനയിലാണ് പൂജിക്കുന്നെങ്കിലോ ദേവിയെ അമ്മയായിട്ട് കരുതി പൂജിച്ചാല് ആ ഒരു ഉപാസനയില് പെട്ടെന്ന് നമുക്ക് ആ ഒരു എന്താ പറയാ ഫലം കിട്ടുമെന്ന് പറയണു. കാരണം ശിശുഭാവന ഉണ്ടായാൽ ഉപയോഗിക്കുന്ന ഉപാസനാ രീതി എന്തായാലും ദേവിയുടെ കാരുണ്യത്തെ എളുപ്പം ലഭിക്കും. ഇപ്പൊ കൃച്ഛമായിരിക്കുന്ന യോഗസാധനകൾ കൊണ്ട് പോലും പ്രാപിക്കാൻ വിഷമമുള്ളവൾ എന്നുള്ള നാമത്തിന് അർത്ഥം എടുക്കാം. ദുർലഭ, ദുർഗമ. ദുർഗമ എന്ന് പറഞ്ഞാല് പ്രാപിക്കാൻ, ഗമിക്കാൻ വിഷമമുള്ളവൾ. ഒരു ദുർലഭ എന്നുള്ള നാമത്തിന്റെ അർത്ഥം ഇതിനും യോജിക്കും. കാരണം ഗമിക്കുക എന്ന് പറഞ്ഞാല് ആ ഒരു എന്താ പറയാ എത്തിച്ചേരുക ഇല്ലേ? അപ്പൊ ദേവി കാരുണ്യത്തിന് അർഹരാകുക എന്നുള്ള ആശയം തന്നെയാണ്. അപ്പൊ അദുർഗമ എന്നും പദച്ഛേദം ചെയ്യാം നമുക്ക്. സൗഭാഗ്യ ഭാസ്കരം അങ്ങനെയും പറയുന്നുണ്ട്. കാരണം ആ ഒരു ദുർഗമത്വം ഇല്ലാത്തവൾ എന്ന അർത്ഥമാണ്. ദേവിക്ക് ദുർഗമമായിട്ട് ഒന്നുമില്ല. പിന്നെയുള്ള നാമമാണ് ദുർഗ. ദുർഗ എന്നുള്ള നാമം, നമ്മൾ ദുർഗ എന്നുള്ള നാമത്തെ കുറിച്ച് തന്നെ വലിയ ഒരു എന്താ പറയാ ഈ യൂട്യൂബിൽ തന്നെ കിടപ്പുണ്ട്. ആരാണ് ദുർഗ പരമേശ്വരി? എങ്കിലും നമുക്ക് ഇതിന്റെ കൂടെ ചേർന്ന് ലളിതാ ത്രിപുര സുന്ദരി എങ്ങനെയാണ് ദുർഗ ആയിട്ട് നമ്മൾ കാണുന്നതെന്ന് നോക്കാം. ദുർഗ എന്ന പേരിൽ അറിയപ്പെടുന്നവൾ. ദേവി മഹാത്മ്യം ആ ഒരു ഏകാദശ അധ്യായത്തില് ആ ഒരു എന്താ പറയാ തത്രൈവച വധിഷ്യാമി ദുർഗമാഖ്യം മഹാസുരം ദുർഗാദേവീതി വിഖ്യാതം തന്മേ നാമ ഭവിഷ്യതി എന്ന് ദേവി തന്നെ പറയുന്നുണ്ട് അല്ലേ? അപ്പൊ ദുർഗമൻ എന്ന് പറയുന്ന അസുരനെ കൊല്ലുന്നത് കൊണ്ട് ദുർഗ അങ്ങനെ എടുക്കാൻ. നമുക്ക് ആദ്യം ദുർഗ എന്ന പേരുണ്ടായിരിക്കുന്നു എന്ന് നമുക്ക് എടുക്കുന്നത്. ദേവി മഹാത്മ്യത്തെ തന്നെയാണ് ആധാരമായിട്ട് സ്വീകരിച്ചാലും മുമ്പ് തന്നെ ദേവിക്ക് ദുർഗ എന്നുള്ള നാമം പേരുണ്ടായിരുന്നതായിട്ട് കാണാം. കാരണം സപ്തശ്ലോകിയിൽ പറയുന്നുണ്ട്, ദുർഗേ സ്മൃത ഹരസി ഭീതി മശേഷ ജന്തോ സ്വസ്ഥേ സ്മൃത മതീവ ശുഭം ദദാസി ദാരിദ്ര്യ ദുഃഖ ഭയ ഹാരണി കാത്തുധന്യ സർവോപകാരകരണായ സദാ ആർദ്രചിത്ത. ഇത് 4-ാം അധ്യായത്തിൽ പറയണം. ദേവന്മാര് ദേവിയെ സ്തുതിക്കുകയാണ്. അപ്പൊ ആ ഒരു ദുഃഖേന ഗമിക്കപ്പെടുന്നവൾ എന്ന് ചിലര് ഈ പറഞ്ഞ പദത്തെ വ്യാഖ്യാനിക്കുന്നുണ്ട്. ദുർഗ്രഹയായിട്ടുള്ളത് കൊണ്ട് ദുർഗ. മറ്റു ചിലര് വനം, പർവ്വതം തുടങ്ങിയ ദുർഗമ സ്ഥാനങ്ങളിൽ വസിക്കുന്നവൾ, അതുകൊണ്ട് ദേവിക്ക് ദുർഗ എന്നുള്ള ഒരു വ്യാഖ്യാനം കൊടുക്കുന്നുണ്ട്. അപ്പൊ ദുഷ്ടന്മാരാൽ പോലും സ്തുതിക്കപ്പെട്ടവളെന്നും വ്യാഖ്യാനിച്ച് കാണുന്നുണ്ട്. അപ്പൊ അർത്ഥം നോക്കിയാൽ ഈ വ്യാഖ്യാനങ്ങൾ എല്ലാം സ്വീകരിക്കേണ്ടി വരും. കാരണം നമുക്കിവിടെ ദേവീ നാമങ്ങൾ ഓരോന്നായിട്ട്
ഓരോന്നായിട്ട് ഈ പദത്തെ കണക്കാക്കാം. കാരണം ദുർഗമമായ സംസാര സാഗരത്തില് എന്താ പറയാ ആ ഒരു തരണിയായതുകൊണ്ട് ദുർഗ എന്ന് നമുക്ക് എടുക്കാം. കാരണം ദുർഗാസി ദുർഗ ഭവ സാഗര നൗകര സംഘ ദേവി മഹാത്മ്യം പറയുന്നുണ്ട് അല്ലേ. 9 വയസ്സുള്ള കന്യക എന്നും ദുർഗാ ശബ്ദത്തിന് അർത്ഥം എടുക്കാം. കാരണം ഇവിടെ ദേവി ഭാഗവതത്തില് നവവർഷ ഭവേ ദുർഗ കന്യകാരൂപത്തില് പൂജിക്കപ്പെടുന്നതുകൊണ്ട് ദുർഗ എന്നുള്ള പേര് ആ ഒരു വാരാണസി നഗരത്തില് സുബാഹു എന്നുള്ള രാജാവ് ദേവിയെ ദുർഗ എന്നുള്ള പേരിൽ പ്രതിഷ്ഠിച്ചു എന്ന് ദേവി ഭാഗവതത്തിൽ പറയുന്നുണ്ട്. അപ്പോ എന്താ പറയാ, അപ്പൊ ആ ദേവി ദുർഗാർത്തി ശമനി അല്ലേ, എല്ലാ ദുഃഖങ്ങളെയും ഇല്ലാതാക്കുന്നവൾ. ദേവി പ്രസാദവും വരദാനത്വം കൊണ്ട് സന്തുഷ്ടമായിരിക്കുന്ന സുബാഹു ദേവിയോട് അഭ്യർത്ഥിക്കുകയാണ്, എന്താ പറയുന്ന ദുർഗേ എന്നുള്ള നാമം ആരുച്ചരിക്കുന്നു അവർക്ക് പൂർണ്ണമായിരിക്കുന്ന അനുഗ്രഹത്തെ കൊടുക്കണമെന്ന്. അപ്പൊ ദുർഗ ആരാണ്? ദുഃഖഹന്ത്രിയാണ് അല്ലെ, ദുഃഖത്തെ നശിപ്പിക്കുന്നവൾ. ഇവിടെ ഭക്തന്മാരുടെ സംസാര ദുഃഖത്തെ ശമിപ്പിക്കുന്നവൾ എന്ന് അർത്ഥം എടുക്കണം. ജനന മരണ രൂപമായിരിക്കുന്ന ജീവിതചക്രം തന്നെ ദുഃഖം ഉണ്ടാക്കുന്നതാണ് അല്ലെ. ഓരോ ജീവിതത്തിലും ജീവിക്ക് വിവിധ കാരണങ്ങൾ കൊണ്ടുണ്ടാകുന്ന ദുഃഖങ്ങൾ വേറെ. ഇപ്പൊ ജീവിതത്തിൽ ഉണ്ടാകുന്ന എല്ലാ ദുഃഖങ്ങളും ഒഴിവാക്കുന്നതും ജനന മരണ രൂപമായിരിക്കുന്ന സംസാര ദുഃഖത്തിൽ നിന്ന് മുക്തി നേടാൻ സഹായിക്കുന്നതും ഈ ഒരൊറ്റ നാമമാണ്. ദുർഗ എന്ന് പറയുന്ന ഒറ്റ നാമത്തെ ഭജിച്ചാൽ മതിയെന്ന് ഇതിലൂടെ സൂചിപ്പിക്കുകയാണ്. പിന്നെ എന്താ ദേവി തരുന്നത്? സുഖപ്രദ, സുഖത്തെ പ്രദാനം ചെയ്യുന്നവൾ. ഐഹികവും ആ ഒരു എന്താ പറയാ ആധ്യാത്മികവും കൈവല്യ രൂപവുമായിട്ടുള്ള സുഖത്തെ ദാനം ചെയ്യുന്നവൾ. ഇപ്പൊ ഇന്ദ്രിയ പ്രചോദനങ്ങൾക്ക് താൽക്കാലികമായിട്ട് തൃപ്തി നൽകുന്ന അനുഭൂതികളെ കുറയ്ക്കാനും ആഗ്രഹം സാധിക്കുന്നത് കൊണ്ടുണ്ടാകുന്ന ആനന്ദത്തെ കുറിക്കാനുമായിട്ട് സുഖം എന്നുള്ള പദം സാധാരണയായിട്ട് ഉപയോഗിക്കാറുണ്ട്. നിർവിഷയകരമായിട്ടിരിക്കുന്ന ആനന്ദം സാധാരണ മനുഷ്യർക്ക് സങ്കല്പിക്കാൻ പോലും എളുപ്പമല്ല അല്ലെ. ബ്രഹ്മാനന്ദമെന്നും ആ ഒരു ചിദാനന്ദമെന്നും കൈവല്യമെന്നും ഒക്കെ വിവക്ഷിക്കുന്ന ആ ഒരു പരമാനന്ദവും ഭൗതിക ജീവിതത്തിലെ ധനം, യശസ്, ആരോഗ്യം, കുടുംബ ബന്ധങ്ങള്, ജ്ഞാനം തുടങ്ങിയവ കൊണ്ടുണ്ടാകുന്ന ആനന്ദവും ദേവി തന്റെ ഭക്തർക്ക് നൽകുന്നു. അതുകൊണ്ട് ദേവി സുഖപ്രദ. അപ്പൊ സുഖ ശബ്ദത്തിന് സ്വർഗം എന്നർത്ഥമുണ്ട്. ശരീരം ഉപേക്ഷിച്ചു കഴിഞ്ഞ് സ്വർഗപ്രാപ്തി നൽകുന്നവൾ എന്ന് ഈ പക്ഷത്തിൽ നമുക്ക് അർത്ഥം എടുക്കാം. അപ്പൊ സുഖത്തിന് ജലം എന്നും അർത്ഥമുണ്ട്. ജീവികൾക്ക് ജീവനായിരിക്കുന്ന ജലം നൽകുന്നവൾ സുഖപ്രദ. അപ്പൊ ഇങ്ങനെ നമ്മള് ഈ നാമങ്ങളെ നമ്മൾ പ്രത്യേകിച്ചെടുക്കുകയാണെങ്കിൽ അനേക നാമങ്ങള് എന്താ പറയാ അതായത് സുഖപ്രദ വരെ ഉള്ളതിൽ എല്ലാ നാമങ്ങളിലും ദേവിയുടെ പ്രത്യേകമായിരിക്കുന്ന, ഇപ്പൊ നമ്മളിപ്പോ ദൃശ്യമായിരിക്കുന്ന രൂപത്തിലല്ല ദേവിയെ നിർഗുണപരമായിട്ടാണ് ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്നത് അല്ലേ. ദർശനം ലഭിക്കാൻ പ്രയാസമായവള്, സമീപിക്കാൻ പ്രയാസമായവൾ, അതിക്രമിക്കാൻ പ്രയാസമുള്ളവൾ, ദുഃഖത്തെ ഇല്ലാതാക്കുന്നവൾ, സുഖം നൽകുന്നവൾ, ഇങ്ങനെ എല്ലാം ദേവിയുടെ എന്താ പറയാ വികാരങ്ങൾ നമ്മുടെ മനസ്സിൽ ജനിപ്പിക്കുന്ന എന്തൊക്കെയോ അതൊക്കെയാണ് ഇപ്പൊ പറഞ്ഞു പോകുന്നത് നമ്മളല്ലേ. അപ്പോ കാരണം നിർഭേദ, ഭേദനാശിനി തുടങ്ങിയിട്ടുള്ള എല്ലാ നാമങ്ങളിലൂടെയും ദേവിയെ എന്താ പറയാ സുഖപ്രദ വരെയുള്ള നാമങ്ങൾ നോക്കുകയാണെങ്കിൽ എല്ലാം തന്നെ ഈ പറഞ്ഞ സൃഷ്ട പ്രപഞ്ചത്തിൽ തന്റെ മക്കൾക്ക് വേണ്ടി എന്തൊക്കെയാണോ ചെയ്യാൻ സാധിക്കുന്നത് അതെല്ലാം ദേവി ചെയ്തു തരുന്നു എന്ന് അർത്ഥം എടുക്കണം. കാരണം അത്രയ്ക്ക് കരുണാമയിയായിട്ടുള്ള ദേവിയാണ് അല്ലെ. ദുഃഖഹന്ത്രിയാണ്, ദുഃഖങ്ങളെ ഇല്ലാതാക്കുന്നവളാണ് അല്ലെ. ഇപ്പൊ ദുർഗമയാണെങ്കിൽ എന്താ ആ ഒരു ദുഃഖങ്ങളെ ദേവിയുടെ അടുത്ത് ചെല്ലാൻ പ്രയാസമാണ് അല്ലേ. ദുർലഭ, ദുർഗമ എന്നൊക്കെ നമ്മൾ പറയുന്നുണ്ട്. അപ്പോ ഈ നാമങ്ങളുടെ അതായത് ഈ ഭേദത്തെ നശിപ്പിക്കുന്നവൾ, ഭേദനാശിനി എന്ന് നമ്മൾ കണ്ടു. അപ്പൊ ഭേദമില്ലാത്ത ദേവി ആ ഒരു ജനങ്ങൾക്ക് ഭേദം ഇല്ലാതാക്കുന്നു. ഈ പ്രപഞ്ച ചൈതന്യത്തെ അറിയുമ്പോഴാണ്, അപ്പൊ താനും പ്രപഞ്ചത്തിന്റെ ഭാഗമാണെന്ന് തിരിച്ചറിയുമ്പോൾ ഭേദങ്ങളെല്ലാം മാറണം അല്ലെ. ദേവി മഹാത്മ്യത്തിലെ പ്രസിദ്ധമായ വിശ്വേശ്വരീത്വം പരിഭാസി വിശ്വം വിശ്വാത്മിക ധാരയസീത് വിശ്വം
വിശ്വേശവന്ധ്യ ഭവതി ഭവതി ഭവന്തി വിശ്വാസിയ ഏ ത്വയി ഭക്തി നമ്ര. അല്ലയോ വിശ്വേശ്വരിയായിരിക്കുന്ന ദേവി, അവിടുന്ന് ഈ വിശ്വത്തെ ഭരിക്കുകയാണ്. വിശ്വമാണെങ്കിൽ അവിടുന്ന് വിശ്വാത്മികയായിട്ടിരിക്കുകയാണ്. അമ്മയാണ് ഇത് ധരിക്കുന്നത്. വിശ്വേശ്വരൻ അങ്ങനെ നമിക്കുന്നു. അപ്പൊ അമ്മയെ ഭക്തിയായിട്ട് ഭജിക്കുന്നവർ വിശ്വത്തിന് ആശ്രയമായിട്ട് തീരുന്നു. ദേവിയെ ഭക്തിയോടെ ഭജിക്കുന്നവര്, ആ ഒരു ഉത്തമ ഭക്തൻ വിശ്വത്തിന് തന്നെ ആശ്രയമായിട്ട് ഭവിക്കുന്നു. ആ വിശ്വത്തിന് ആശ്രയമായവനെ വിശ്വം പൂജിക്കും. അപ്പോഴാണ് അവനും ദേവിയും തമ്മിൽ അന്തരമില്ലാതായിട്ട് തീരുന്നു. അങ്ങനെ ദേവി ഭേദനാശിനിയായിരിക്കുന്നു. ഈ നാമത്തിൽ നിർത്തിയ ആ ഒരു എന്താ പറയാ, ആ ദേവി നിർനാശ. കാരണം നാശമില്ലാത്തവൾ. ആ ലൗകികതയുടെ എല്ലാം നശിക്കുന്നു അല്ലേ? എന്നാൽ ആധ്യാത്മികതയിൽ കാലൂന്നുമ്പോഴാണ് നശിക്കാത്തതിനെ കുറിച്ച് നമ്മൾ അറിയുന്നത്. അനാദിയായിരിക്കുന്ന ചൈതന്യം നാശരഹിതമാണ്. ചരങ്ങളും അചരങ്ങളും വന്നു പോകും. ഒന്നും സ്ഥായിയായിട്ടുള്ളതല്ല. വ്യക്തികള്, സ്ഥലങ്ങൾ എന്നിവയൊക്കെ തന്നെ അടയാളങ്ങളും പേരുകളൊക്കെ മാറിപ്പോകും. പക്ഷെ സ്ഥലം എന്നത് അവിടെ ഉണ്ടാകും. അമരത്വമുണ്ട് കർമ്മങ്ങൾക്ക്. അപ്പോ ആ ഒരു വ്യക്തികൾക്കല്ല, അവരുടെ കർമ്മങ്ങളാണ് നിലനിൽക്കേണ്ടതെന്ന് വരുന്നു അല്ലെ? കർമ്മത്തിന്റെ ശ്രേഷ്ഠത കാലാന്തരത്തിൽ നിലനിൽക്കും. ശ്രേഷ്ഠ കർമ്മങ്ങളുടെ പ്രഭാവം നശിക്കുന്നില്ല. അപ്പൊ ഭഗവാൻ ഗീതയിൽ അതുകൊണ്ടാണ് പറയുന്നത്, ഏതൊന്നിലാണോ ഈ ജഗത്ത് വ്യാപ്തമാക്കി പെട്ടിരിക്കുന്നത് നാശരഹിതമാണത്. അനശ്വരമായ അതിനെ നശിപ്പിക്കാൻ ഒന്നിനും സാധ്യമല്ല. ഉപനിഷത്തും അത് പറയുന്നു, സത്യം ജ്ഞാനം അനന്തം ബ്രഹ്മ. അപ്പൊ അനന്തതയാണ്, നാശമില്ലാത്തതാണ്. ആ പ്രളയം വന്ന് മൊത്തം ശൂന്യതയായാലും ബ്രഹ്മത്തിന്റെ സ്വത്വം നശിക്കുന്നില്ല. നൈനം ചിന്തന്തി ശസ്ത്രാണി നൈനം ദഹതി പാവഹ എന്ന ശ്ലോകവും ഈ നാശമില്ലാത്തതിനെയാണ് കാണിക്കുന്നത്. ഉണ്ടായതെല്ലാം തന്നെ നശിക്കുന്നു, ഉണ്ടായത് മാത്രമേ നശിക്കുന്നുള്ളൂ. ലൗകിക തലത്തിൽ നശിക്കുന്ന ശരീരമോ ആത്മാവോ അല്ല, ഗുണങ്ങളാണ് കാലാനുവർത്തിയായിട്ടിരിക്കുന്നതെന്നും കാലത്തെ അതിക്രമിച്ച് നിൽക്കുന്നതെന്നും. ആ ഒരു കാലത്തെ അതിക്രമിച്ച് നിൽക്കുന്നത് സത്വഗുണങ്ങളാണ്, അത് ദേവിയുടെ അനുഗ്രഹം കൊണ്ടുണ്ടാകുന്നതാണ് എന്നും പറയുന്നുണ്ട്. അപ്പൊ ഭക്തിയെയും നിലനിർത്തുന്നു. ആ ഒരു എന്താ പറയാ, പരസുഖം കാക്ഷിക്കുന്ന എല്ലാവരും നാശത്തിൽ നിന്ന് മുക്തരാണ്. ഇല്ലായ്മയാണത്. ഏറ്റവും വലിയ ഗുണം എന്താണ്? സ്വാർത്ഥത ഇല്ലായ്മയാണ് അല്ലെ? അപ്പൊ നാശമുള്ള ശരീരം ഉപേക്ഷിച്ച് ആത്മാവ് എപ്പോ വേണമെങ്കിലും വേറെ ശരീരത്തെ സ്വീകരിക്കാം. അത് ഏത് ശരീരമാണെങ്കിലും അനാദിയായിട്ടുള്ള ചൈതന്യം തന്നെയാണ്. അപ്പൊ മൃത്യുവിന് മഥനമാക്കിയിട്ടുള്ളവൾ നിർനാശ എന്ന് നമ്മൾ കണ്ടു. ഇനി മൃത്യുവിലേക്കാണ് എത്തിപ്പെട്ടിരിക്കുന്നത്. കാരണം നാശമില്ലാത്ത ശക്തിക്ക് മാത്രമേ മൃത്യുവിനെ നശിപ്പിക്കാൻ കഴിവുള്ളൂ ഇല്ലേ? പുരാണങ്ങളിൽ എല്ലാ അസുരന്മാരും തപസ് ചെയ്തിരുന്ന മൃത്യുവിനെ ഇല്ലാതാക്കാനാണ്. ആ അമരത്വത്തിന് വേണ്ടിയിട്ടാണ് അസുരന്മാരെല്ലാം തന്നെ തപസ് ചെയ്യുന്നത്. ബ്രഹ്മാവും എനിക്ക് പോലും അമരത്വമില്ല, അത് കൊടുക്കാൻ പറ്റില്ല എന്നാ പിന്നെ അവർ ചോദിക്കുന്നത് അവരുടെ തന്നെ നാശത്തിന് വഴിയൊരുക്കുന്ന ഒരു രഹസ്യമുണ്ട്. മനുഷ്യന് മരണം ഒഴിച്ച് പലതും തന്നിൽ തന്നെ നേരെയാക്കാൻ സാധിക്കും. കാരണം അസുരന്മാരുടെ ധാരണ അങ്ങനെയാണ്. മരണമൊഴിച്ച് എന്ത് വരമാണ് ചോദിക്കേണ്ടതെന്ന് അസുരന്മാർക്ക് അറിയില്ല. കാരണം മനുഷ്യൻ ശരീരം കൊണ്ട് മാത്രം ഇല്ലാതാകുന്നില്ല. മൺമറഞ്ഞ എത്രയോ പേര് നമ്മുടെ സ്മൃതിയിൽ ഇന്നും ജീവിക്കുന്നുണ്ടല്ലേ? എത്രയോ പ്രശസ്തി കൊണ്ട്, കുപ്രശസ്തി കൊണ്ട്. ഇത് രണ്ടും വ്യക്തിത്വങ്ങളാണെന്ന് നമുക്ക് അറിയണം. അപ്പൊ ഈ നിഷ്ക്രിയ എന്ന് പറയുന്ന ഒരു എന്താ പറയാ, വളരെ കുറച്ച് നാളുകള്, പിന്നെ ചില പ്രത്യേക ആളുകള്, പിന്നെ അവര് മറവിയിലേക്ക് പോകും ഇല്ലേ? കുറച്ചു നാളെ എല്ലാരെയും ഓർത്തിരിക്കുള്ളൂ. അപ്പൊ പ്രപഞ്ച ചൈതന്യം ഓരോ വ്യക്തികളിൽ ഇരുന്ന് ശരീരം ഇല്ലാതാകുമ്പോ എന്താ പറയാ, അനശ്വരതയിലേക്ക് കയറുന്നു. ഇപ്പൊ പ്രകൃതിയുടെ സവിശേഷതകൾ കൊണ്ട് പിന്നെ വേറെ ശരീരത്തിൽ പ്രകടമാകുന്നു. ഒരു പക്ഷി തന്റെ തൂവല് പൊഴിക്കുമ്പോൾ ആ ഒരു പൊഴിക്കുന്നത് തൂവലിനെ സംബന്ധിച്ച് അതിന്റെ മൃത്യുവാണ് അല്ലേ? പക്ഷിയെ സംബന്ധിച്ച് അതിന് വേറെ തൂവല് കിളിർത്തു വരും. അതുപോലെ ഒരു ശരീരത്തെ ഉപേക്ഷിക്കുന്ന ജീവൻ സ്ഥാനത്തില് കുറച്ചു നാൾ ഇല്ലെങ്കിലും അതിനേക്കാൾ മെച്ചമായ ഒന്ന് വേറൊരു രൂപത്തിലുണ്ടായി അത് തിരിച്ചു വരും. ഈ പ്രപഞ്ചത്തിലെല്ലാം ഒരു അടയാളത്തിൽ നിന്ന് വേറൊന്നിലേക്ക് മാറുന്നതായിട്ട് കാണാം. മരിച്ചു കഴിഞ്ഞാൽ മണ്ണിനോട് ചേർന്നാലും മതിക്കപ്പെടുകയാണ്. ഇപ്പൊ സംഖ്യയോഗത്തിലെ ഭഗവാൻ പറയണു, ഇല്ലാത്തതിന് ഭാവമില്ല, ഉള്ളതിനാകട്ടെ അഭാവവും ഉണ്ടാകുന്നില്ല. എന്നാൽ ഇവ രണ്ടിലും വെച്ച് യാഥാർത്ഥ്യങ്ങള് തത്വദർശികള് അനുഭവിച്ചറിയേണ്ടതുണ്ട്. വ്യക്തികളുടെ മൃത്യു എന്നത് ശരീരത്തിനാണ്, അത് ആത്മാവിനല്ല. ദക്ഷയാഗത്തില് സതീദേവി തന്റെ ശരീരം യാഗാഗ്നിയിൽ ഭസ്മമാക്കിയെങ്കിലും, യാഗാഗ്നിയിലല്ല സ്വന്തം യോഗാഗ്നിയില് ഭസ്മമാക്കിയെങ്കിലും ദേവി
എന്താണ് ദേവി ഇന്നും അന്നും എല്ലാവരും ആരാധിക്കുന്നുണ്ട്. അപ്പൊ ഭക്തർക്ക് മൃത്യുവിനെ ഇല്ലാതാക്കി നാശമോ മരണമോ ഇല്ലാതെ ഭക്തൻ മനസ്സുകളിൽ അവർ ജീവിക്കുക. അപ്പൊ ഉപനിഷത്ത് പ്രകാരം അവര് അക്ഷരത്വവും അമരത്വവും നേടിയ ശിവരൂപികളായിട്ട് തീരുന്നു. ഇപ്പൊ ലോകാരംഭം മുതല് അവസാനം വരെ ദേവി ഭക്തന്മാർ ഉണ്ടായിരിക്കുക തന്നെ ചെയ്യും. അവർക്ക് മൃത്യുവില്ല. ലോകം നമ്മളെ ഓർത്തില്ലെങ്കിൽ പോലും നമ്മള് എന്താ പറയുക, നമ്മളാൽ കഴിയുന്നത് നമുക്ക് ചുറ്റുമുള്ളവർക്ക് നമ്മൾ ചെയ്തു കൊടുക്കണം. ചിലരുടെ ഓർമ്മകളിലൂടെ നമ്മൾ ജീവിച്ചുവെങ്കിൽ നമ്മള് മൃത്യു മഥനിയായി കഴിഞ്ഞു. ഗുരുക്കന്മാര്, മഹത് വ്യക്തികൾ എല്ലാവരും ഏത് കാലവും ഓർമ്മിക്കപ്പെടുന്നത് അതുകൊണ്ടാണ്. അപ്പൊ ദേവി നിഷ്ക്രിയയാണെന്ന് പറയാൻ കാരണം ആ നിർഗതമായിട്ട് ക്രിയ പ്രത്യേകിച്ച് ഒരു കർമ്മത്തിലും അധിഷ്ഠിതമല്ലാതെ എല്ലാത്തിനെയും കർമ്മ നിരതമാക്കുന്ന ശക്തിയാണ് ദേവി. അപ്പൊ ഇതിന് ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ശരീരം തന്നെയാണ്. ഇതിലുള്ള ഓരോ അണുവിനും പ്രവർത്തനമാക്കി ഇതിനുള്ളിൽ ഇരിക്കുകയാണ് ആത്മാവ്. അപ്പൊ ആത്മാവിന് പ്രത്യേകിച്ച് ഒരു കർമ്മവും ഇല്ല. ബ്രഹ്മത്തിന് ഉപാധിയില്ലാതെ ചലിക്കാൻ സാധ്യമല്ല. അങ്ങനെ ഉപാധിയിലൂടെ ബ്രഹ്മം കർമ്മത്തെ സൃഷ്ടിക്കുന്നു എന്ന് പറയുന്നു. അപ്പൊ വളരെ ഭംഗിയായിട്ട് ഈ ഒരു എന്താ പറയാ, ഈ ഒരു ചിത്രം തരുന്ന ഗീതാ ശ്ലോകം ശരിക്കും പറഞ്ഞാൽ നമ്മള് പഠിച്ചിരിക്കേണ്ടതാണ്. കർമ്മ ബ്രഹ്മേ ഭവം വിധി ബ്രഹ്മാക്ഷര സമുദ്ഭവം തസ്മാത് സർവഗതം ബ്രഹ്മ നിത്യം യജ്ഞ പ്രതിഷ്ഠിതം. കർമ്മം ബ്രഹ്മത്തിൽ നിന്ന്, ബ്രഹ്മം അക്ഷരത്തിൽ നിന്നും ഉണ്ടാകുന്നു. അതുകൊണ്ട് എല്ലായിടത്തും വ്യാപിച്ചിരിക്കുന്ന ബ്രഹ്മത്തെ സമർപ്പണത്തിലൂടെ സദാ പ്രതിഷ്ഠിച്ചുകൊണ്ടിരിക്കണം. ഭഗവാൻ അർജുനനോട് പറയുന്നു, കർമ്മങ്ങളെ ബാധിക്കുന്നത് ശരീരത്തെയാണ്. നിഷ്ക്രിയമായിരിക്കുന്ന ആത്മാവില് ക്രിയാത്മകങ്ങളായിരിക്കുന്ന ശരീരം ചേരുമ്പോൾ അവിടെ കർമ്മം ആരംഭിക്കുന്നു. ആ കർമ്മത്തിൽ നിന്നാണ് കർമ്മബന്ധങ്ങൾ വരുന്നത്. കർമ്മങ്ങള് പാപങ്ങളാണെങ്കിൽ ആത്മാവിന് സുഖാവസ്ഥ വളരെ പ്രയാസമാണ്. സത്കർമ്മങ്ങള് സദ്ഫലങ്ങൾ കൊടുക്കുന്നവയാണ്. കാരണം ആത്മാവ് നിഷ്ക്രിയം തന്നെയാണ് അപ്പോഴും. ഇപ്പൊ നിർഗുണ രൂപിയായതുകൊണ്ട് ഗുണദോഷങ്ങൾ ഉപാധി ദോഷങ്ങളൊന്നും അതിനെ ബാധിക്കുന്നില്ല. പക്ഷെ ഈ ഒരു സ്വയം തിരിച്ചറിവാണ്, താൻ ആത്മാവാണെന്നുള്ള അറിഞ്ഞ വ്യക്തി ശരീരബോധത്തിൽ നിന്നും കർമ്മത്തിൽ നിന്നും മുക്തനാണ്. കാരണം കർമ്മത്തിൽ നിന്നും മുക്തനായെങ്കിൽ മാത്രമേ മോക്ഷം കിട്ടുള്ളൂ, ഇല്ലേ? അപ്പൊ കർമ്മബന്ധം ഇല്ലാത്തവര് നിഷ്ക്രിയരാണ്. ഭഗവാൻ കൃഷ്ണന്റെ ഒരു കഥ നോക്കുകയാണെങ്കിൽ നാരദ മഹർഷി ഒരിക്കലും കുരുക്ഷേത്ര യുദ്ധമൊക്കെ കഴിഞ്ഞ് നന്ദഗോപരെയും യശോദാമയും ദർശിക്കാൻ പോയി. അപ്പൊ അവിടെ യമുന നദി തരണം ചെയ്ത് സന്തോഷമായി പോയ നാരദമുനി തിരിച്ചു വന്നപ്പോ യമുന ഒഴുകുന്നത് കണ്ട് നാരദമുനി വിഷമിച്ച് ഗോവർദ്ധനഗിരിയില് തപസ്സനുഷ്ഠിക്കുന്ന ദുർവാസാവ് മഹർഷിയെ കണ്ട് സങ്കടം പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, ഇത്രയേ ഉള്ളോ? യമുനയുടെ കരയില് എത്തി താൻ സത്യമാണ് പറയുന്നത് എന്ന് പറയുന്ന മാത്രയിൽ തന്നെ യമുനാ നദി വഴി മാറിത്തരും എന്ന് പറഞ്ഞു. നാരദമുനി വിചാരിച്ചു, ഭക്തിയുടെ കാര്യം ഇനി എന്താ പറയാ പറയില്ല. കാരണം പണ്ടത് പറഞ്ഞത് കൊണ്ടാണ് ഏറ്റവും വലിയ ഭക്തനെ തിരിച്ചറിഞ്ഞത്. അപ്പൊ അതുകൊണ്ട് ഇത്തവണ യമുന നദിക്കരയിൽ ചെന്ന് താനൊരു നൈഷ്ഠിക ബ്രഹ്മചാരിയാണെങ്കിൽ വഴിമാറട്ടെ എന്ന് പറഞ്ഞു. അത് അത്ഭുതമെന്ന് പറയട്ടെ, നദി വഴിമാറിയില്ല എന്ന് മാത്രമല്ല കൂടുതൽ ശക്തമായിട്ട് ഒഴുകി. വേറെ പലത് പറഞ്ഞു നോക്കിയിട്ടും ഒരു നദി ശാന്തമായില്ല. നാരദമുനി ആകെ വിഷമിച്ച് നിന്നപ്പോഴാണ് രാധാദേവി അതുവഴി വന്നത്. കാര്യം തിരക്കി കേട്ട രാധാദേവി പറഞ്ഞു, ഇത്രയേ ഉള്ളൂ, ഞാൻ പരിഹാരം ഉണ്ടാക്കാം എന്ന് പറഞ്ഞ് യമുനാ തീരത്ത് വന്ന് പറഞ്ഞു, എന്റെ കണ്ണൻ നൈഷ്ഠിക ബ്രഹ്മചാരിയാണെങ്കിൽ തന്നെ ഈ യമുനാ നദി വഴി ഒരുക്കട്ടെ നാരദമുനിക്ക് പോകാൻ എന്ന് പറഞ്ഞു തീർന്നതും ശക്തിയോടെ പാഞ്ഞ യമുനാ നദി രണ്ടായിട്ട് പിരിഞ്ഞു, വഴി ഉണ്ടാക്കി കൊടുത്തു. അത്ഭുത സപ്തനായി നിന്ന നാരദമുനി ഇതിന്റെ രഹസ്യം രാധാദേവിയോട് ചോദിച്ചു. അനേകം ഭാര്യമാർ, അതിൽ 8 പേർ പ്രധാനികള്, സദാ 2 പേര് കൂടെ. ഇത്രയുമുള്ള ഒരു മഹാഗൃഹസ്ഥനായിരിക്കുന്ന ശ്രീകൃഷ്ണ ഭഗവാൻ എങ്ങനെയാണ് നൈഷ്ഠിക ബ്രഹ്മചാരി ആയിട്ട് തീരുന്നത് എന്ന് ചോദിച്ചു. അത് പറഞ്ഞു തരാൻ കനിവുണ്ടാകണം. അപ്പോൾ രാധാദേവി പറഞ്ഞു, ഒരു സ്ത്രീയെ വിവാഹം കഴിക്കുന്നതോ അവളുമായി രമിക്കുന്നതോ ഒന്നുമല്ല നൈഷ്ഠിക ബ്രഹ്മചര്യം. മറിച്ച് ഏതൊരു ജീവനിലും എന്നെ ദർശിക്കുന്നവനും ഏതൊരു ജീവനെയും സ്നേഹത്തോടെ കരുണയോടെ കാണുന്നവനും മനസ്സുകൊണ്ട് ഇന്ദ്രിയ നിഗ്രഹം ചെയ്തവനുമാണ് നൈഷ്ഠിക ബ്രഹ്മചാരി. അപ്പൊ ശ്രീകൃഷ്ണനേക്കാൾ വലിയൊരു ബ്രഹ്മചാരി ഇല്ല. അദ്ദേഹത്തിന്റെ ഭാര്യമാരുടെ തത്വമെല്ലാം ഗ്രഹിച്ച് ജ്ഞാന സമ്പാദനത്തിന് ശേഷമാണ് നാരദമുനി യാത്രയായത്. എല്ലാ ക്രിയകൾക്കും സാക്ഷിയായിട്ട് എല്ലാം ചെയ്യിച്ച് എന്നാൽ എല്ലാം നിഷ്ക്രിയം എന്ന് പറയുന്ന ഒരു ദേവി തത്വവും ഇത് തന്നെയാണ്. നമുക്കറിയാം കൃഷ്ണനും കാളിയും രണ്ടല്ല, അല്ലേ? അപ്പോ ആ ഒരു എന്താ പറയാ
ഭൗതികതയിലെ ഉപാധികളോട് തോന്നുന്ന സ്നേഹം എല്ലാം തൻ്റെതാണെന്നുള്ള തോന്നൽ എല്ലാം പരിഗ്രഹമാണ്. അപ്പൊ ദേഹബന്ധങ്ങള്, കർമ്മബന്ധങ്ങള്, കർമ്മഫലങ്ങള് ഒന്നും ഏശാത്തതാണ് ദേവീ ശക്തി. അതുകൊണ്ടാണ് ആ ഒരു അമ്മ കർമ്മങ്ങളിൽ നിന്ന് ഒന്നും സ്വീകരിക്കുന്ന ആളല്ല ദേവി എന്ന് പറയാൻ കാരണം, ഈ കാണുന്ന ഭൂമിയോ വീശുന്ന കാറ്റിനോ പ്രകാശം തരുന്ന സൂര്യനോ യാതൊരു പ്രതിഫലവും ആഗ്രഹിക്കുന്നില്ല, അല്ലേ? അത് അവയുടെ സ്വത്തമായിട്ട് അവർ ചെയ്യുന്ന കാര്യമാണ്. പ്രകൃതിയിൽ എല്ലാറ്റിനും പരിണാമങ്ങൾ സംഭവിക്കുന്നു, ജീവികൾ ജീവിച്ചു മരിക്കുന്നു. ഇതിലൊന്നും പ്രപഞ്ചത്തിന് യാതൊരു പരിഗ്രഹവും ഇല്ല. ദേവി പ്രഭാവം നോക്കിയാൽ എല്ലാറ്റിനോടും കരുണയോടെ എല്ലാം നിറഞ്ഞിരിക്കുന്ന ശക്തി, എല്ലാറ്റിലും നിറഞ്ഞിരിക്കുന്ന ശക്തിയാണ് ദേവി. ദേവിക്ക് പ്രപഞ്ചത്തിൽ നിന്നും യാതൊരു പ്രതീക്ഷയില്ല. അതുകൊണ്ട് തന്നെ പ്രത്യേക ആരാധനയിലൂടെ ദേവിയെ സംപ്രീതയാക്കാനാവൂ എന്ന് ധരിക്കരുത്. കാരണം വിവിധ പടികളിലൂടെ ഘട്ടം ഘട്ടമായിട്ടുള്ള ആരാധനയും ആത്മസാക്ഷാത്കാരത്തിലേക്കുള്ള ചവിട്ടുപടിയാണെന്ന് മാത്രം കരുതിയാൽ മതി. ഒരു സാധാരണ പ്രതീകങ്ങളിലൂടെ സഞ്ചരിച്ച് ആത്മസാക്ഷാത്കാരം നേടിക്കഴിയുമ്പോഴാണ് നിഷ്പരിഗ്രഹം എന്നുള്ള വാക്കിന്റെ അർത്ഥം പൂർണ്ണമായിട്ട് ഉൾക്കൊള്ളേണ്ടത്. ഭഗവത്ഗീത പറയുന്ന കാമമുക്തമായിരിക്കുന്ന ഒരാൾ ആരിൽ നിന്നും ഒന്നും സ്വീകരിക്കാതെ ഏകാഗിയായിരുന്ന് ആത്മാവിനെ ചിന്തിക്കണം. ആ നിർവികൽപ്പ സമാധിയുടെ ആദ്യ പടിയാണിത്. ഇനി ഭൗതികതയിൽ നോക്കിയാൽ എല്ലാറ്റിനും ഒരു ആധാരം വേണം. മനുഷ്യന് മൂലാധാരമാണ് ആധാരം. ഏത് കാര്യമെടുത്താലും ഒരു വ്യവസായത്തിൽ മൂലധനം വേണം, ഏതിനും ഒരു അടിസ്ഥാനം വേണം. മനുഷ്യന്റെ അടിസ്ഥാനമായിരിക്കുന്ന മൂലാധാരത്തിൽ ദേവി വസിക്കുന്നു, അല്ലെ? അപ്പൊ ഭൂമിയുടെ അച്ചുതണ്ട് അതുപോലെ ഉണ്ടാക്കിയതാണ്. നമ്മൾ അതിനെ ഒരു ഇമാജിനേറ്ററി ആക്സിസ് എന്നൊക്കെ പറയാറുണ്ട്. ഇനി നിഷ്പാപവും പാപനാശിനിയുമായിരിക്കുന്ന ദേവി തന്റെ സൃഷ്ടികളെ ശപിക്കുകയോ ദേഷ്യപ്പെടുകയോ ഒന്നും ചെയ്യുന്നില്ല. ദേവി നിഷ്പരിഗ്രഹയാണെന്നും പറയുന്നുണ്ട്. പരിഗ്രഹം എന്നതിന് ശിക്ഷ, ശപിക്കുക എന്നൊക്കെ ഉള്ള അർത്ഥമുണ്ട്. അപ്പൊ നിശേഷം പരിഗ്രഹം ചെയ്യുന്ന അത് മഹാവിഷ്ണുവാണ്. ഭഗവാൻ പരിഗ്രഹൻ എന്നൊരു നാമമുണ്ട്. അപ്പൊ ആ വിഷ്ണുവിനെ പരിഗ്രഹിക്കുന്നതും ദേവിയാണ്. വിഷ്ണു ഇല്ലാതിരുന്ന ആ ഒരു ഹയഗ്രീവ നിഗ്രഹ സമയത്ത് എല്ലാം പരിപാലിച്ചത് ദേവിയാണ്. അപ്പൊ ഹയഗ്രീവ മഹർഷിയായിരുന്ന വിഷ്ണു ഭഗവാന്റെ കുറച്ചു കാലം അപ്പോഴും സൃഷ്ടിജാലങ്ങളെ ഭംഗിയായി സംരക്ഷിച്ചത് ദേവിയാണ്. അപ്പോൾ ഈ ഒരു നിസ്തുലമായിട്ടുള്ള തുലനം ചെയ്യാൻ സാധ്യമല്ലാത്ത ആ ഒരു കീർത്തിയോടുകൂടി വിളങ്ങുന്നവൾ. കാരണം തേനിന്റെ മധുരം എന്നാൽ അതിനോട് കിടപിടിക്കുന്നതോ സദൃശ്യപ്പെടുത്താനോ വേറൊരു വസ്തുവില്ല, അല്ലെ? അപ്പൊ അത് മാത്രമായിട്ട് നിൽക്കുന്നു എന്നർത്ഥം. അതുപോലെ വിശ്വത്തിൽ നിറഞ്ഞിരിക്കുന്ന ചൈതന്യം ഏതിനോടെങ്കിലും തുലനം ചെയ്യണമെങ്കിൽ അതിനപ്പുറമോ അതുപോലെയെങ്കിലും ഒന്ന് വേണം. ദേവീ ഭക്തർക്ക് തുലനം എന്നൊന്നില്ല. അവിടെ പണ്ഡിത പാമര ഭേദങ്ങളൊന്നുമില്ല. ഏതൊരാൾക്കും എപ്പോ വേണമെങ്കിലും ദേവിയെ ആരാധിക്കാം. ലഭിക്കുന്ന അനുഗ്രഹത്തിന് യാതൊരു മാനദണ്ഡവും ഉണ്ടാവുന്നില്ല. ഇനി ദേവിയുടെ തുളസി എന്നുള്ള നാമം നോക്കുകയാണെങ്കിൽ തുലനം ചെയ്യാൻ പറ്റാത്തതെന്നുള്ള അർത്ഥമുണ്ട്. അപ്പൊ തുളസി എന്ന സസ്യത്തിനുള്ളത് തുലന ന അസ്ത് എന്നത് തുളസി. തുളസി ദേവിയുടെ കഥ നോക്കുകയാണെങ്കിൽ അനാദിയിൽ വിഷ്ണുവിന് മൂന്ന് ഭാര്യമാരുണ്ടെന്ന് പറയുന്നു. ഗംഗ, സരസ്വതി, ലക്ഷ്മി ദേവി. ഒരിക്കലും ഗംഗയും സരസ്വതിയും തമ്മിൽ കലഹം ഉണ്ടായി എന്നും ലക്ഷ്മി ദേവി ഒന്നിലും ഇടപെടാതെ ഇരുന്നുവെന്നും അത് കണ്ട സരസ്വതി ദേവി കോപാകുലയായി ലക്ഷ്മി ദേവിയെ ശപിച്ചുവെന്നും പ്രശ്നമുണ്ടായിട്ടും പ്രതികരിക്കാതെ മരം പോലെ നിന്ന ദേവി ഭൂമിയിൽ ഒരു മരമായി പോകട്ടെ എന്ന് ശപിക്കുകയും ചെയ്തു. അപ്പൊ അങ്ങനെ സരസ്വതി ദേവിക്ക് താൻ ചെയ്തതാണ് ശരി എന്നുള്ള ഭാവമായിരുന്നു. ഗംഗാദേവിക്ക് ലക്ഷ്മി ദേവിയുടെ ശാപം കേട്ട് ദുഃഖിതയായി സരസ്വതി ദേവി ഭൂമിയിൽ ഒരു നദിയായി പിറക്കട്ടെ എന്ന് ശപിച്ചു. സരസ്വതിയും ഗംഗയും നദികളായി പിറക്കട്ടെ എന്നും ശപിച്ചു. അങ്ങനെ 3 പേർക്കും വിഷ്ണുവിനെ പിരിയേണ്ടി വന്നു. അന്നു മുതൽ മഹാവിഷ്ണു ഏകഭക്തി വ്രതനാകുമെന്ന് ശപഥം ചെയ്ത് ലക്ഷ്മി ദേവിയെ സ്വീകരിച്ചു. അപ്പൊ സരസ്വതി ദേവിയെ ഉപേക്ഷിക്കുകയും ചെയ്തു. പക്ഷെ സരസ്വതി ദേവിയുടെ ആ ഒരു ഭൂവാസത്തിന്റെ കാലയളവ് കുറച്ചു. അതുകൊണ്ടാണ് സരസ്വതി നദി ഭൂമിയിൽ നിന്ന് പെട്ടെന്ന് അപ്രത്യക്ഷയായതെന്ന് പുരാണം. വിഷ്ണുപാദത്തിൽ നിന്നാണ് ഗംഗാമാതാവിന്റെ ഉത്ഭവം. അതിന്റെ മൂലാംശം എപ്പോഴും വിഷ്ണുപാദത്തിൽ ഉണ്ടാകും. ഇപ്പൊ വിഷ്ണു പാദസേവ ആണ് ദേവി ചെയ്യുന്നത്. ഇപ്പൊ ദുഃഖാർത്ഥിയായിട്ട് ലക്ഷ്മി ദേവിക്ക് മറ്റൊന്നിനോടും തുലനം ചെയ്യാൻ പറ്റാത്ത പുണ്യം, അതായത് ആ ഒരു വൃക്ഷമാകാൻ മഹാദേവി ആഗ്രഹിക്കുന്നുവെന്നും കാലാന്തരത്തിൽ ഭഗവാനോട് തിരിച്ചു ചേരണമെന്നും ആഗ്രഹിച്ചു. മാത്രമല്ല ലക്ഷ്മി ദേവി പുണ്യവൃക്ഷമാകുമ്പോൾ അതിന്റെ ചുവട്ടിൽ സദാ വിഷ്ണു ഉണ്ടാകുമെന്നും അനുഗ്രഹം കൊടുത്തു. അങ്ങനെ ദേവിക്ക് ഒരു വൃക്ഷമായി ഭൂമിയിൽ വരാൻ പറ്റില്ല. ആദ്യം
ഒരു മനുഷ്യ ജന്മം എടുക്കണം. അതിനായിട്ട് ആ ഒരു ധർമ്മനിഷ്ഠനായി ധർമ്മധ്വജൻ എന്ന രാജാവിന്റെ പുത്രിയായിട്ട് അവതരിച്ചു. അങ്ങനെയുള്ള തുളസി എന്ന നാമം, തുളസി എന്ന നാമത്തില് ശംഖചൂഡന്റെ പത്നിയായി തുളസി. ഈ ശംഖചൂഡൻ വിഷ്ണുവിന്റെ പാർഷദനായിരിക്കുന്ന ഒരു സുദാമാവായിരുന്നു. രാധാദേവിയുടെ ശാപം കൊണ്ടാണ് സുദാമാവിന് അങ്ങനെ ഒരു ജന്മം സ്വീകരിക്കേണ്ടി വന്നത്. കാലാന്തരത്തിൽ തുളസി എന്ന ശരീരത്തിന് മുക്തി ലഭിച്ചു. തുളസി സദാ ദേവിയെ തന്റെ ശിരസിലാണ് പൂജിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ അവരുടെ മുടിയാണ് തുളസി ചെടിയായി ഭൂമിയിൽ വന്നതെന്ന് പറയാറുണ്ട്. അപ്പം ആ ഒരു ദേഹം ഗണ്ഡകി നദിയായി മാറി എന്ന് പറയുന്നു. സരസ്വതി നദിയെ പോലെ തന്നെ ഗണ്ഡകി നദിയും അപ്രത്യക്ഷപ്പെട്ടു തുടങ്ങി. തുളസി അഷ്ടകം വളരെ പ്രസിദ്ധമാണ്. വൃന്ദാവിനി, വിശ്വപൂജിത, വിശ്വപാവനി, നന്ദിനി, പുഷ്പ സാഖ്യ, തുളസി, കൃഷ്ണജീവനി എന്നൊക്കെ തുളസിക്ക് നാമങ്ങളുണ്ട്. അപ്പോൾ ഇതുകൊണ്ടാണ് സാളഗ്രാമത്തിലുള്ള എന്താ പറയാ ഭഗവാന്റെ വാസം അത് ഈ ഗണ്ഡകി നദിയിലാണ്. ഗണ്ഡകി നദി നേപ്പാളിലാണ്. ദേവിയുടെ ഗുണഗണങ്ങൾ മറ്റൊന്നിനോടും തുലനം ചെയ്യാൻ സാധ്യമല്ല. അപ്പൊ ദേവി ആ ഒരു നീല ചുകര ഭാരത്തോടു കൂടിയവളാണ്. നീല എന്നതിന് കറുപ്പ്, രത്നം, വിഷം, ഇരുട്ട് എന്നൊക്കെ അർത്ഥമുണ്ട്. ഇപ്പൊ ചിഗുരം എന്നാൽ തലമുടി, പാമ്പ്, പക്ഷി, പർവ്വതം എന്നൊക്കെ അർത്ഥമുണ്ട്. കറുത്ത് ഇടതൂർന്ന തലമുടിയോട് കൂടിയവളാണ് ദേവി. ചിട്ടയായ ജീവിതം, മന്ദമായ സമീപനം ഒക്കെയുള്ള ഒരു വ്യക്തിയില് ആരോഗ്യമുണ്ട്. നല്ല ആരോഗ്യത്തിന്റെ ലക്ഷണമാണ് നല്ല തലമുടി. അപ്പൊ നിത്യ യൗവനയുക്തിയായ ശരീരമാണ് ദേവിക്ക്. പ്രപഞ്ച സ്വരൂപിയായ ദേവിയെ നോക്കിയാൽ രാത്രി തന്നെ ഇരുട്ടാണ്. ദേവിയുടെ കേശഭാരം, ആ നിറം ഒരിക്കലും മാറുന്നില്ല. സൂര്യൻ എന്ന ഗ്രഹം കത്തിക്കഴിഞ്ഞാലും അവശേഷിക്കുന്നത് രാത്രിയാണ്. അപ്പൊ പ്രപഞ്ചത്തിന്റെ സൃഷ്ടിക്ക് നിദാനമായ ഇരുട്ടിനെയാണ് ദേവിയുടെ കൂന്തലായിട്ട് വാഗ്ദേവതകൾ വർണ്ണിക്കുന്നത്. അപ്പൊ ദാരുകാസുരനെ വധിക്കാനായി തന്റെ കേശഭാരം അഴിച്ചിട്ട് സൂര്യനെ മറച്ച ശക്തിയാണ് ഭദ്രകാളി. ഇരുട്ടിലും സ്വയം ആശ്രയിക്കുന്നിടത്താണ് വഴി തെളിയുന്നത്. അതിനു വേണ്ടത് നമ്മൾ ആർജിക്കുന്ന ജ്ഞാനശക്തിയാണ്, ഇല്ലേ? ആ ഒരു എന്താ പറയാ, ഇവിടെ നമുക്ക് ഇത് അവിദ്യ എന്നറിയപ്പെടുന്ന മായ തന്നെയാണ്. ഇനി നമുക്ക് ശക്തിയിലേക്ക് നോക്കുമ്പോൾ നീലം എന്നാൽ രത്നം സൂക്ഷിച്ചിരിക്കുന്ന സർപ്പത്തെ പോലെയാണെന്ന് പറയാറുണ്ട്. അതിനെയാണ് നമ്മൾ കുണ്ടലിനി ശക്തി എന്ന് പറയുന്നത്. 6 ആധാരങ്ങളിലൂടെ പോകുന്ന കുണ്ടലിനി. പാമ്പ് അതിന്റെ എന്താ പറയാ മാംസ്യമായതിനെ, രത്നത്തെ തലയിലാണ് സൂക്ഷിച്ചു വച്ചിരിക്കുന്നത്. വിഷം എന്ന് പറയുന്നത് നമുക്കാണ്. അത് സർപ്പത്തിന് ഹാനിയാകാതെ ഗുണത്തിലേക്കാണ് അത് സൂക്ഷിച്ച് വിനിയോഗിക്കുന്നത്. കുണ്ടലിനിയുടെ അവസാന തലമാണ് ആജ്ഞാചക്രം എന്ന് പറയുന്നത്. അവിടെ വെച്ച് രുദ്രഗ്രന്ഥിയെ ഭേദിച്ചിട്ടാണ് സഹസ്രാരത്തിൽ എത്തുന്നത്. ആജ്ഞാചക്രത്തിന്റെ നിറം നീലയാണ്. അവിടെ യോഗശാസ്ത്രം പറയുന്നു ആജ്ഞാചക്രത്തിന്റെ പുറകിൽ എപ്പോഴും ഒരു കുടുമയുണ്ടെങ്കിലും മുടി കാണും, ഇല്ലേ? ആജ്ഞാചക്രത്തെ മറയ്ക്കാനാണിത്. കാരണം അവിടെ ഗുരുരൂപമായിട്ട് ശിവശക്തികൾ ഇരിക്കുന്നു. അപ്പൊ ഇങ്ങനെ ആ ഒരു ദേവി ഏതൊക്കെ തലത്തിലാണ് ഈ പ്രപഞ്ചത്തിൽ പ്രവർത്തിക്കുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം ആ ഒരു സ്വാശ്രയത്തിൽ സഞ്ചരിക്കുന്ന വ്യക്തി സ്വയം അപകടത്തിൽപ്പെടാതെയും മറ്റുള്ളവരെ അപകടത്തിൽ നിന്ന് രക്ഷപ്പെടുത്താനും ആയിട്ടാണ് ജീവിക്കുന്നത്, അല്ലെ? തന്നിൽ തന്നെ ആശ്രയിക്കുന്നത് ആ ഒരു ജ്ഞാനത്തിൽ പൂർണ്ണ വിശ്വാസമുള്ളവരായിരിക്കും. അവർക്ക് വെളിയിൽ നിന്നൊരു ശക്തി അപായം ഉണ്ടാക്കുന്നില്ല. അപ്പൊ ജ്ഞാനപൂർണതയ്ക്ക് ഒരിക്കലും നാശമില്ല എന്നർത്ഥം. അപ്പൊ അമ്മയായ ദേവി അവരെ സദാ സംരക്ഷിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മുടെ കർമ്മങ്ങൾ തന്നെയാണ് നമുക്ക് നേട്ടവും കോട്ടവും തരുന്നത്. കർമ്മങ്ങൾക്കനുസരിച്ച് ഉയർച്ചയും താഴ്ചയും സംഭവിക്കുന്നു. ദേവി എല്ലാറ്റിനെയും തന്റേതെന്ന ഭാവത്തിലാണ് കാണുന്നത്. സ്വശരീരത്തിലെ അവയവങ്ങൾ ഒരു വ്യക്തി സംരക്ഷിക്കുന്ന പോലെ ഈ പ്രപഞ്ചം മുഴുവൻ അമ്മയുടെ ശരീരമാണ്. നിറകുടമായ ദേവി പൂർണ്ണതയാണ്. ഇത് നമ്മള് എന്താ പറയുക, ഈ നാമങ്ങളെല്ലാം തന്നെ ഇതാണ് കാണിക്കുന്നത്. അപ്പോ നിരത്തിയായിരിക്കുന്നു ദേവി, ദുർലഭയാണെന്ന് കണ്ടു നമ്മള്. കാരണം നിരത്യയെന്നുള്ളത് ദേവി പ്രപഞ്ചത്തിന് ആധാരശക്തിയായിട്ട് ഇരിക്കുന്നു എന്നുള്ള അർത്ഥവുമുണ്ട്. വിജയദശമി ദിവസം എഴുതുന്ന ആദ്യ അക്ഷരങ്ങൾ ഹരിശ്രീ ഗണപതയെ നമ എന്നതിലൂടെ ഈ മന്ത്രദീക്ഷയാണ് അടിസ്ഥാനമായിട്ട്. ഹരി എന്നാല് ജ്ഞാനം, ശ്രീ എന്നാൽ ഐശ്വര്യം, ഗണപതി ശിവമാണ്. അപ്പൊ അങ്ങനെ ജ്ഞാനവും ഐശ്വര്യവും ശിവവും ഒത്തുചേരുന്നത് ശക്തിയിലാണ്. പ്രപഞ്ചത്തിന്റെ ആധാരമായിട്ട് ഇരിക്കുന്നതിനെ പ്രണമിക്കുകയാണ് സാധകം ചെയ്യുന്നത്. ഇപ്പൊ കടവയാതി സൂത്രത്തിൽ നോക്കിയാൽ 51 അക്ഷരങ്ങളും ഇതിലുണ്ട്.
ഓരോ അക്ഷരങ്ങളിലും ഓരോ ദേവതമാരുണ്ട്. ഒരിക്കലും നശിക്കാത്ത അക്ഷരത്തിലൂടെയാണ് ആ ഒരു ബ്രഹ്മ സാക്ഷാത്കാരം നേടുന്നത്. അരിയിൽ എഴുതുന്നത് അന്നം ബ്രഹ്മമായ ആണെന്നുള്ള തത്വത്തിലാണ്. അപ്പൊ വേദത്തിൽ ദേവിയെ അന്നപൂർണേശ്വരിയായിട്ട് കാണുന്നത്. എല്ലാവരും വിജയദശമിയിൽ കുറിച്ച് ദേവിയെ വന്ദിക്കണമെന്ന് പറയുന്നതും അതുകൊണ്ടാണ്. ഹരിശ്രീ ഗണപതിയെ നമ്മ 51 അക്ഷരങ്ങളാണ്. കാരണം നിരത്യയ എന്ന് പറയുന്ന വാക്കില് നിർഗതമായിരിക്കുന്ന അത്യയ ശക്തിയാണ് നിരത്യയ. ഇപ്പം നിരപായിരിക്കുന്ന ദേവി തെറ്റുകളിൽ നിന്ന് ദൂരെ നിൽക്കുന്നതുകൊണ്ട് നിരത്യയ. പ്രപഞ്ചഗതിക്ക് എതിരായിട്ട് ചെയ്യുന്നതൊന്നും പ്രപഞ്ചത്തെ സംബന്ധിച്ച് തെറ്റാണ്. ഇപ്പൊ മനുഷ്യനെ സംബന്ധിച്ചും അത് തെറ്റാണ് ഇല്ലേ? കാരണം ഭൂമിയിൽ ജീവിക്കുമ്പോൾ ഇവിടുത്തെ ധർമ്മങ്ങള് നമ്മൾ ആചരിക്കുക തന്നെ വേണം. ദുർലഭ എന്ന് പറഞ്ഞാൽ വളരെ എന്താ പറയാ, ലഭിക്കാൻ പ്രയാസമുള്ളത് എന്നൊരു അർത്ഥവും ഇതിനുണ്ട്. അപ്പോ ദുഷ്കരമായി ലഭിക്കുന്ന ശക്തി ദുർലഭ. അപ്പൊ തന്നിൽ നിന്ന് വളരെ ദുഷ്കരമായിട്ട് നേടിയെടുക്കാവുന്ന ശക്തി. കാരണം നിത്യസാധനയും കഠിനാധ്വാനം കൊണ്ട് മാത്രമേ ഈശ്വര ശക്തിയെ ഉള്ളിൽ ലഭിക്കുകയുള്ളൂ. എന്നാലേ അത് സിദ്ധമായി ഉള്ളൂ. അല്ലെങ്കിൽ കസ്തൂരിമാൻ അതിന്റെ സുഗന്ധം അറിയാതെ വെളിയിൽ തേടി നടക്കുന്നത് പോലെയാകും. ദേവി ഭാഗവതത്തിൽ ദേവി തന്നെ പറയുന്ന ഒരു ശ്ലോകമുണ്ട്. ഇല്ല തീർത്ഥം കൈലാസം വൈകുണ്ഠങ്ങളിൽ ഒന്നുമേ ജ്ഞാനിയാം എൻ ഭക്തൻ തൻ ഉൾക്കുരുന്നിൽ വസിപ്പൂ ഞാൻ എന്ന്. ഇപ്പൊ ഭക്തരുടെ ഉള്ളിൽ തന്നെയാണ് ദേവി വസിക്കുന്നത്. എന്നെ തേടി വേറെ ഒരിടത്തും പോകണ്ട എന്ന് ദേവി തന്നെ പറയുന്നുണ്ട്. പക്ഷെ എന്നെ കണ്ടെത്തുക എന്നുള്ളത് ദുഷ്കരമാണ്. എല്ലാറ്റിലും തുടിക്കുന്ന അനാദിയായിരിക്കുന്ന ചൈതന്യം തന്നെയാണെന്ന് കരുതുന്നവര് വളരെ കുറച്ചേ ഉള്ളൂ ഇല്ലേ? അപ്പൊ സർവം ശക്തിമയം ജഗത്ത് എന്ന് ചിന്തിക്കുന്നവര് എല്ലാത്തിലും ദേവിയെ കാണാൻ ശ്രമിക്കുന്നു അല്ലേ? അപ്പോ ആ ഒരു ദുഷ്കരമായിരിക്കുന്ന ആ ഒരു ദുർഗമമായിരിക്കുന്ന ദേവി നമുക്ക് ഭക്തർക്കെല്ലാം തന്നെ ദേവി ഒട്ടും ആ ഒരു ദുർഗമയല്ല. എത്രയും പെട്ടെന്ന് നമുക്ക് ദേവിയെ കാണാൻ സാധിക്കുന്നുമുണ്ട്. ദുർഗ എന്നുള്ള നാമം നമ്മൾ കണ്ടു. ദുർഗയായ ശക്തി, ദുർഗ എന്ന് പറയുന്നത് ഒരു മന്ത്രമാണ്. അപ്പോ എന്താ പറയാ, എപ്പോഴും സ്മരിക്കപ്പെടുന്നവളാണ്. നേടാൻ പ്രയാസമുള്ള നിരന്തര പരിശ്രമത്തിലൂടെ നേടുന്നതാണ് സാധന. അങ്ങനെ എളുപ്പമായ വഴികൾ ഒന്നുമില്ലാതെ തന്നെ ആ ഒരു ആധാരഭൂതവും എല്ലായിടത്തും നിറഞ്ഞു നിൽക്കുന്നതുമായ ശക്തിയെ പ്രയാസത്തിലൂടെ അനുഭവിക്കാൻ സാധിക്കുള്ളൂ. ദുഃഖത്തിലൂടെ ലഭിക്കുന്നവളെന്നും അർത്ഥമുണ്ട്. അത്രയും പ്രയാസപ്പെട്ട് ആ ശക്തിയെ തിരിച്ചറിയുന്നത്. അപ്പോൾ ആ ശക്തി ദുർഗമയാണ്, മനസ്സിലാക്കാൻ പ്രയാസമുള്ളത്. ദുർഗമനെ വധിച്ച് ദുർഗമയായിട്ട് കാര്യങ്ങൾ ചെയ്ത് ദുഃഖത്തെ അകറ്റി സുഖത്തെ പ്രദാനം ചെയ്യുന്നവൾ. ദേവി മഹാത്മ്യ സ്തുതി നമ്മൾ കണ്ടു. ആ ഒരു ദുർഗയെ സ്മൃത ഹരസി ഭീതി മശേഷ ജന്തു എന്നുള്ള ആ നാമം. അപ്പൊ അങ്ങനെ എന്താ പറയാ, ആ ഒരു ദേവിയെ സ്മരിക്കുമ്പോൾ ആ ശുഭമായ സത്വബുദ്ധി പ്രദാനം ചെയ്തുകൊണ്ടിരിക്കുന്ന ദേവി അല്ലയോ? ദാരിദ്ര്യ ദുഃഖ ഭയഹാരിണി കാത്തു ധന്യമ്മേ, സകലർക്കും സുഖം കൊടുക്കുന്നതിൽ ആർദ്രചിത്രയായിരിക്കുന്ന ആ അമ്മയല്ലാതെ അമ്മയിൽ കവിഞ്ഞ് ആരാണുള്ളത്? ആരുമില്ല. ഇപ്പൊ ദുർഗമാസുരനെ വധിച്ച് 8 വയസ്സുള്ള മഹാഗൗരി തന്നെയാണ്. ആ സംഭവ ബഹുലമായ അനേക ഭാവങ്ങൾക്ക് ശേഷമാണ് ദേവി ദുർഗാഭാവം കൊള്ളുന്നത്. ഇപ്പൊ ദുർഗമന് വിചിത്രമായിട്ടുള്ള ഒരു വരം കിട്ടിയിട്ടും വർഷങ്ങളോളം ജീവിക്കുമെന്നും ഒരു സ്ത്രീയുടെ കൈകൊണ്ട് മാത്രമേ വധം നടക്കുള്ളൂ എന്നുമുള്ള വരം, അതിന് വേണ്ടിയിട്ട് ആ ഒരു എന്താ പറയാ, അതിനു വേണ്ടി കാശി വിശാലാക്ഷി സന്നിധിയിലാണ് ദേവി തന്റെ ആ ചൈതന്യം ഏറ്റിയത്. ആ ഒരു അഷ്ടമി നാളില് ദുർഗമപുരിയിൽ വെച്ച് തന്നെ ദേവി ദുർഗമാസുരന്റെ കഥ കഴിക്കുകയാണ്. ദുർഗമാസുര വധത്തിന് ശേഷം വിശാലാക്ഷി ഗൗരി സംഗമം ദുർഗ എന്ന പേരിൽ മഹാശക്തിപീഠമായിട്ട് അറിയപ്പെടുകയാണ്. അപ്പൊ ഈ എന്താ പറയാ, ഈ നാമത്തില് സുവാസിനിയുടെ 970 ലളിതാ സഹസ്രനാമത്തില് സുവാസിനിയുടെ അർത്ഥം പറയുമ്പോൾ ഈ കഥയ്ക്ക് പ്രസക്തിയുണ്ട്. അങ്ങനെ ദുർഗമ വധത്തിന് ശേഷം ദേവി വേദങ്ങളെ പുനരുദ്ധരിപ്പിച്ച് ബ്രഹ്മാവിനെ ഏൽപ്പിച്ചുവെന്നും അപ്പോ ദുഃഖിതയായിരിക്കുന്ന വേദമാതാവ് ചോദിച്ചു, ഭൂമി മുഴുവൻ പടർന്ന അജ്ഞാന അന്ധകാരം നീക്കാൻ എന്താണ് മാർഗം? അപ്പോൾ ദേവി പറഞ്ഞു, ഇനി മനുഷ്യകുലത്തിൽ ഓരോരുത്തർക്കും ജ്ഞാനം നേടണമെങ്കിലും അവർ തന്റെ പ്രവൃത്തി നന്നായിരിക്കണം, അവർ സ്വയം പ്രവർത്തിക്കണം. അതുകൊണ്ട് ജ്ഞാനികൾക്ക് മാത്രമേ ആ ഒരു ആധ്യാത്മിക കാര്യങ്ങളിൽ ആശയവിനിമയം സാധ്യമാകൂ. അവര് ദുർഗ എന്നുള്ള നാമം സദാ ജപിക്കുകയാണെങ്കിൽ ആ ശക്തിയുമായിട്ട് തീർച്ചയായിട്ടും അടുക്കാൻ സാധിക്കും. കാരണം സത്കർമ്മ പദത്തിലൂടെ സഞ്ചരിക്കുന്നവർക്ക് ഈ
ഈ ദുർഗ തന്നെയാണ് ദേവി. അപ്പൊ ദുർഗമങ്ങളെ അകറ്റുന്ന ദുർഗാനാമം വളരെയധികം ഉയർന്ന നാമമാണ് എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ഈ ഒരു നാമങ്ങൾ, അതായത് ഇപ്പൊ ദേവിയുടെ സഗുണോപാസനയിലേക്ക് പ്രവേശിക്കുന്ന അടുത്ത നാമം, അതായത് സുഖപ്രദ എന്നുള്ള നാമം വരെ നമ്മൾ കണ്ടു. ദേവിയുടെ ആ ഒരു നിർഗുണമായിരിക്കുന്ന ഗുണങ്ങളില്ലാത്ത സ്വരൂപത്തെ നമ്മൾ കണ്ട് ഇന്നിവിടെ നിർത്തുകയാണ്. ഭക്തിം ഭാഗ്യം യശജ്ഞാതിം വിദ്യാബുദ്ധിം ശ്രീയമ്പലം ആയുഷ്യം മുക്തി ആരോഗ്യം ദേഹിമേ പരമേശ്വരി എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും ശ്രീമാത്രേ നമഃ.